Good afternoon, everyone. I'm pleased to welcome all of you to the afternoon session SMD. Today, we have a special guest, Mr. Unni R., demonstrator in electronics engineering, Government Polytechnic College, Neyatingara. He is currently doing PhD in IIT Bombay and completed his MTech in instrumentation from IIT Roorkee and possessing Authority of India Limited. We are confident that his expertise will greatly enrich our afternoon session. Please join me in extending a sincere welcome to Unni sir. Over to you, sir. എല്ലാ സുഹൃത്തുക്കളും നമസ്കാരമുണ്ട്. എല്ലാവർക്കും SMD കമ്പോണൻസ് ആൻഡ് ഫെമിലിയറൈസേഷൻ ആൻഡ് സോൾഡറിംഗ് ടെക്നിക്സ് എന്ന ടോപ്പിക്കിലേക്ക് സ്വാഗതം. നമ്മൾ SMD കമ്പോണൻസിന്റെ പാക്കേജസ് ആണ് സിലബസിൽ പറയുന്നത്. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾക്ക് ഈ SMD കമ്പോണൻസിന്റെ കാണുമ്പോൾ എങ്ങനെ തിരിച്ചറിയണം, റെസിസ്റ്റർ ഏതാണ്, കപ്പാസിറ്റർ ഏതാണ്, ഇൻഡക്ടർ ഏതാണ്, അതുപോലെ തന്നെ ഈ SMD കമ്പോണൻസിന്റെ പാക്കേജുകളുടെ ഐഡന്റിഫിക്കേഷൻ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് ചോദിക്കുന്ന ചോദ്യം, എന്തിനാണ് സാറേ SMD കമ്പോണൻസിന്റെ ആവശ്യകത? നമുക്ക് മാർക്കറ്റിൽ പോയ ഹോൾ ത്രൂ കമ്പോണൻസ് കിട്ടുമല്ലോ, പിന്നെ എന്തിനാണ് വില കൂടിയ SMD കമ്പോണൻസ് വാങ്ങിക്കേണ്ട ആവശ്യകത? നമുക്ക് 50 ദിവസം എടുത്തു കഴിഞ്ഞാൽ 1 കിലോ ഓമിന്റെ റെസിസ്റ്റർ കിട്ടും. പക്ഷെ അതേ 1 കിലോ ഓം SMD വാങ്ങിക്കണമെങ്കിൽ 3000 രൂപ 4000 രൂപ ചെലവുണ്ട്. എന്തിനാണ് SMD കമ്പോണൻസ്? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. സോ നമ്മളെ പഠനങ്ങളിലൂടെ നമ്മൾ പുതിയ നമ്മൾ ഡിവൈസുകൾ ഉണ്ടാക്കിയെടുക്കുന്നു, അതുപയോഗിച്ച് പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുന്നു. ഈ ഇലക്ട്രോണിക് പ്രോഡക്റ്റുകളെല്ലാം പോയി നിൽക്കുന്നത് അടുത്ത പ്രോഡക്റ്റ് മാർക്കറ്റിൽ വരുന്ന വരെയുള്ളൂ. സുപ്പീരിയർ ക്വാളിറ്റീസും ന്യൂ ഫങ്ഷൻസും ആയിട്ടുള്ള പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമ്പോൾ പഴയ ആൾ ഔട്ടാവും. പിന്നെ അതൊരു ഇലക്ട്രോണിക് വേസ്റ്റ് ആണ്. അപ്പോൾ ഇത് കാരണം ഒരുപാട് ഹെൽത്ത് ഹസാർഡ്സ് ഉണ്ടാവാറുണ്ട്. പിന്നെ അതുപോലെ ഇലക്ട്രോണിക് വേസ്റ്റ് ആണ്. ഇത് കൂട്ടിയിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ കാർസനോജനിക് ആയിട്ടുള്ള ഗ്യാസുകൾ ഫോം ചെയ്യും. അപ്പൊ ഇലക്ട്രോണിക് വേസ്റ്റുകളുടെ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആ നാട്ടിലെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഹെക്ടിക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. അതിനുവേണ്ടി ലാർജ് ഫണ്ട് തന്നെ മാറ്റിവെക്കേണ്ടി വരും. അതൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. നമുക്ക് ടെക്നോളജി ഡെവലപ്പ് ചെയ്യൽ മാത്രമല്ല, ഹ്യൂമാനിറ്റിയുടെ എംപവർമെന്റും നമ്മുടെ സബ്ജക്ട് തന്നെയാണ്. അതൊരു വിഷയമാണ്. SMDയിലേക്കുള്ള ചർച്ച തുടങ്ങുന്നത്, വാതിൽ തുറക്കുന്നത് തന്നെ നമ്മുടെ മാനവരാശിയുടെ നല്ലതിന് വേണ്ടിയിട്ടുള്ള ഒരു റിസർച്ചാണ് SMD കമ്പോണൻസിന്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. പിന്നെ ഉള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരെ, ഇപ്പൊ ഒരു നാട്ടില് ഒരു 10 വീടുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു 5 വർഷം മുമ്പാണെങ്കിൽ അവിടെ 1-2 വീടുകൾ മാത്രമായിരിക്കും. അതായത് നമ്മുടെ നാട്ടിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് അവരുടെ ആവശ്യങ്ങളും റിസോഴ്സസും കൂടുതലായിട്ട് വേണ്ടി വരുന്നുണ്ട്. പക്ഷെ സ്പേസ് ആണെങ്കിലോ, എന്തൊന്നാണോ ഈശ്വരൻ ഭൂമിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അത് മാത്രമേ നമുക്കുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂവില് അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇതിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് ഇതിന്റെ പവർ കൺസപ്ഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഇതാണ് നമ്മുടെ മുമ്പിലെ ചാലഞ്ചിങ് ചോദ്യം. അപ്പൊ ഡിസൈനറിന്റെ പണി ഒരു കാലത്തും അവസാനിക്കുന്നില്ല. ഒരു പ്രോഡക്റ്റ് LG ഒരു എയർ കണ്ടീഷണർ ഉണ്ടായി കഴിഞ്ഞാൽ അയാളുടെ പണി ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇന്ന് അവൻ 5 സ്റ്റാർ ഡിവൈസ് ഉണ്ടാക്കി, നാളെ അവൻ അടുത്ത സ്റ്റാർ റേറ്റിംഗ്, സൂപ്പർ പവർ സ്റ്റാർ റേറ്റിംഗിലോട്ട് പോകാൻ വേണ്ടി നോക്കുകയാണ്. നമ്മളൊരു കടയിൽ പോയി കഴിഞ്ഞാൽ പോലും നമ്മൾ 2 സ്റ്റാർ ഉണ്ട് സാറേ, 5 സ്റ്റാർ ഉണ്ട്, ഏത് വേണം? നമുക്ക് 5 സ്റ്റാർ മതി, കറണ്ട് ബില്ല് കുറയ്ക്കാം. ഓക്കെ, അപ്പൊ 5 സ്റ്റാർ, ഈ സ്റ്റാർ റേറ്റിംഗ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്, ഇലക്ട്രിക്കലിന്റെ കൂടെ ഇലക്ട്രോണിക് ബോർഡുകളും കൂടെ ചേർത്ത് ഇലക്ട്രിക്കലിന്റെ ഫങ്ഷനാലിറ്റിയെ ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഡിവൈസുകളാണ് നമ്മുടെ മാർക്കറ്റിൽ നിന്നുള്ളത്. ഇലക്ട്രിക്കൽ ഡിവൈസ് ആണെന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ ആയിരുന്നു, അതിലേക്ക് ഇലക്ട്രോണിക് ബോർഡുകൾ വന്നപ്പോഴേക്കും അതിന്റെ ഫങ്ഷനാലിറ്റി ഇംപ്രൂവ് ചെയ്തു. ഒരു ബോഷിന്റെ വാഷിംഗ് മെഷീൻ, അതിനകത്താണെങ്കിൽ പല മോഡുകളുണ്ട്. നിങ്ങൾക്ക് ഹോസ്പിറ്റൽ വെയർസ് ക്ലീൻ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്, ഒരു സ്പോർട്സ് വെയർ വാഷ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ക്ലോത്തുകൾ സെലക്ട് ചെയ്യേണ്ട മോഡുകൾ അതിനകത്തുണ്ട്, സിൽക്ക്, കോട്ടൺ, അതൊക്കെ. ഇവിടെ എല്ലാം അതിനകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു അൾട്രാസോണിക് ഉപയോഗിച്ചുള്ള ഒരു ക്ലീനിങ് സ്ട്രാറ്റജി ആണെങ്കിൽ പോലും ഇതിലെ മോഡുകളും കാര്യങ്ങളും എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇലക്ട്രോണിക് ബോർഡുകൾ വെച്ചിട്ടാണ്. ഒരു മോഡ് പുതുതായിട്ട് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പുതിയൊരു ബോർഡ് അല്ലെങ്കിൽ പുതിയൊരു പ്രോസസ്സറിനകത്ത് ആ ഫങ്ഷനാലിറ്റി കൂടെ വന്നു. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യണം? പക്ഷെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ സ്പേസ് കുറവാണ്. ഓരോ വർഷം കഴിയുന്നതോടും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വസ്തു കൊടുക്കുന്നത്. അപ്പം അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ അതേ ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ലാർജ് ഫങ്ഷണാലിറ്റീസിനെ കൊടുക്കണം. അപ്പൊ അതൊരു വിഷയമാണ്. അപ്പൊ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടി, ഒന്നാമത്തെ കാര്യം നമ്മുടെ മുമ്പിലെ കൺസിഡറേഷൻ, പവർ കൺസിഡറേഷൻ, 2 സ്പേസ് കൺസിഡറേഷൻ, 3 സ്പീഡ്, 4 കാര്യം ഈ കറണ്ട് ബില്ല് അല്ലെങ്കിൽ നമ്മുടെ എക്കണോമി, പവർ മാനേജ്മെന്റ്, 5 കാര്യം എന്നാൽ ഹ്യൂമാനിറ്റി. സോ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഹ്യൂമാനിറ്റി തന്നെയാണ്. അതിലേക്കുള്ള ഡിസ്കഷനാണ് നമ്മൾ SMD വന്ന് എത്തിച്ചത്. ഇനി SMD വരുന്നതോടുകൂടി നമുക്ക് ഈ PC പണ്ട് ഒരു ഹോൾ ത്രൂ കമ്പോണൻസ് വെച്ചിട്ട് നമുക്കൊരു 10 PCB ഒരു 5 പേരിരുന്ന് ചെയ്യുകയാണെങ്കിൽ, ശ്രദ്ധിക്കണം, ഐ റിപ്പീറ്റ്, 5 പേരിരുന്നിട്ട് എഫിഷ്യന്റ് ആയിട്ടുള്ള സ്കിൽഡ് ലേബേഴ്സ് 5 പേരിരുന്നിട്ട് ഒരു പവർ ആംപ്ലിഫയറിന്റെ കാർഡോ അല്ലെങ്കിൽ ഒരു ഡൈഫാർ കാർഡോ അല്ലെങ്കിൽ ഒരു പ്രീ ആംപ്ലിഫയറിന്റെ കാർഡോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. 5 പേരിരുന്നിട്ട് 10 കാർഡ് ഒരു ദിവസം ഉണ്ടാക്കുന്ന വിചാരിക്കുക. എങ്കിൽ നമ്മുടെ SMD കമ്പോണൻസ് ഉപയോഗിച്ചിട്ട് അതേ സ്ഥാനത്ത് 5 പേരിരുന്നിട്ട് 12 കാർഡ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, മാസ് പ്രൊഡക്ഷന് നമുക്ക് എന്തെങ്കിലും റോബോട്ടിക്സിന്റെ ആവശ്യം കൂടെ ഉണ്ടെങ്കിൽ, റോബോട്ടിക്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് കൂടിയ പ്രോസസ്സിംഗ് ആണ്. അതായത് പിക്ക് ആൻഡ് പ്ലേസ് ഉപയോഗിച്ചുള്ള റോബോട്ടിക് ആമുകൾ ഉപയോഗിച്ച് മാസ് പ്രൊഡക്ഷൻ നമുക്ക് ചെയ്യണമെങ്കിലും ഏറ്റവും എളുപ്പം SMD കമ്പോണൻസ് ആണ്. അപ്പൊ SMD കമ്പോണൻസിന്റെ ട്രേകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, SMD കമ്പോണൻസിന്റെ റീലുകൾ വാങ്ങിക്കുന്നു. ആ റീലുകളെ നമ്മൾ ആ ട്രേയിലേക്ക് ഇടുന്നു. എന്നിട്ട് അതിന്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാം കമ്പ്യൂട്ടറിലൂടെ നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് തന്നെ ആ റീഫ്ലോ പ്രൊസീജിയറിൽ സോൾഡറിങ് പ്രൊസീജിയർ സ്മൂത്ത് ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കും. ഇനി നിങ്ങൾക്കാണെങ്കിൽ വേറെ കിട്ടുന്ന ഒരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SMD കമ്പോണൻസ് ത്രൂ ഹോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സ്പീഡ് ഓഫ് ഓപ്പറേഷന്റെ എന്താ പറയാ, ഒരു വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കൺട്രോൾ നമുക്ക് കിട്ടുന്നത് SMD കമ്പോണൻസ് വെച്ചിട്ടാണ്. ആ ഒരു പ്രൊപ്പഗേഷൻ ഡിലേ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് ത്രൂ ഹോൾ ടെക്നോളജിയിലുള്ള ഡിവൈസുകളെക്കാളും SMD കമ്പോണൻസ് വളരെ ഫാസ്റ്റ് ആണ്. ഇനി ഒരു ലോങ് ലൈഫ് നോക്കുകയാണെങ്കിൽ SMD കമ്പോണൻസിനെക്കാളും ത്രൂ ഹോൾ ആണ് കുറച്ച് മുന്നിൽ നിൽക്കുന്നത്. ഇനി നമുക്ക് റിപ്പയറബിലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ത്രൂ ഹോളിനെ പെട്ടെന്ന് റിപ്പയർ ചെയ്യാം. പക്ഷെ SMD കമ്പോണൻസിന്റെ ബോർഡ് മിൽ സ്റ്റാൻഡേർഡിലല്ല, സാധാ ജനറൽ പർപ്പസ് കൺസ്യൂമർ ബോർഡുകളൊക്കെ ആണെങ്കിൽ ഒരു പ്രാവശ്യം ഡീസോൾഡർ ചെയ്ത് കഴിയുമ്പോഴേക്കും അതിന്റെ പാഡ് കേടായി പോകും. അപ്പോൾ SMD കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഒരു കൺസ്യൂമർ ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ചിടത്തോളം യൂസ് ആൻഡ് ത്രോ ടൈപ്പ് ആണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോൾ ത്രൂ ബോർഡുകളാണെങ്കിൽ റിപ്പയർ ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള പഴയ ടിവികൾ, അതിനകത്തുള്ള ബോർഡുകൾ ഇന്നും റിപ്പയർ ചെയ്തിട്ട് കഴിഞ്ഞാൽ TV വർക്ക് ചെയ്യും. പക്ഷെ ഇപ്പോഴത്തെ ബോർഡുകളിൽ റീപ്ലേസ്മെന്റ് മാത്രമേ ഉള്ളൂ. നോക്കിയേ, അവർക്ക് ഒരു TV കേടായി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു, അവർ ബോർഡ് കൊണ്ടുവരുന്നു, റീപ്ലേസ് ചെയ്തിട്ട് അതിനെ റിപ്പയർ ചെയ്യുന്ന പരിപാടി ഇല്ല. SMD കമ്പോണൻസ് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ലോങ് ലാസ്റ്റിംഗ് ആവില്ല ഇൻ ദ പോയിന്റ് ഓഫ് കൺസ്യൂമറബിൾ ഇലക്ട്രോണിക്സ്. പക്ഷെ എയറോസ്പേസ് ആപ്ലിക്കേഷൻ നമുക്ക് ISO സ്റ്റാൻഡേർഡ് ഉള്ളതുപോലെ തന്നെ ASO സ്റ്റാൻഡേർഡ് ഉണ്ട്. ഈ ASO സ്റ്റാൻഡേർഡ് ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ISRO-കാർ ഇത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അവരുടെ സാറ്റലൈറ്റുകളിലും അതുപോലെ തന്നെ മിസൈലുകളിലും ലോഞ്ചറുകളിലും ഒക്കെ നമ്മുടെ ബോർഡുകൾ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂ വരുമ്പോൾ SMD കമ്പോണൻസിന്റെ സൈസ് വളരെ ചെറുതാണ്, അതിന്റെ പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി കുറവാണ്, വൈബ്രേഷൻ താങ്ങാനുള്ള കഴിവ് കുറവാണ്. സോ അതുകൊണ്ട് പുതിയ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് ASO സ്റ്റാൻഡേർഡിലുള്ള SMD കമ്പോണൻസ് ഓരോ ഉണ്ടാക്കി. അപ്പൊ SMD കമ്പോണൻസ് വരുന്നതോടുകൂടി നമുക്ക് ഓരോ 2 വർഷം കൂടുമ്പോഴും ഇപ്പൊ ഇരിക്കുന്ന ബോർഡിന്റെ സൈസിൽ അതിന്റെ 3 times ഫങ്ഷനാലിറ്റി, അതായത് ഇപ്പോൾ ഉള്ള കമ്പോണൻസിൽ ഒരു മോഡ് മാത്രമേ ഉള്ളൂവെങ്കിൽ അടുത്ത 3 മോഡുകൾ സെയിം ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, SMD കമ്പോണൻസ് വെച്ച് ഉണ്ടാക്കാം. അപ്പൊ SMD കമ്പോണൻസ് ഇന്ന് വളരെ പോപ്പുലർ ആണ്. ഇൻഡസ്ട്രിയെ റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മാർക്കറ്റിനെ റൂൾ ചെയ്യുന്നത് SMD കമ്പോണൻസ് ആണ്. നമ്മുടെ ലാബുകളിലൊക്കെ ഇപ്പോഴും നമ്മൾ ത്രൂ ഹോൾ കമ്പോണൻസ് വെച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി പവർ ഇലക്ട്രോണിക്സുകാരുടെ ആവശ്യം വരുമ്പോൾ ഇലക്ട്രിക്കലിന്റെ വലിയ പവർ ഹാൻഡ്ലിംഗ്, തൈറിസ്റ്ററുകളുടെ കൺട്രോൾ ഓഫ് പവർ കൺവെർട്ടർ ഒക്കെ വരുന്ന സ്ഥലത്ത് SMD കമ്പോണൻസ് ഉപയോഗിക്കാൻ പറ്റുമോ ചോദിച്ചാൽ ഉപയോഗിക്കാൻ പറ്റും. പവർ ടൈപ്പിലുള്ള ലാർജ് പവർ ഹാൻഡ്ലിംഗ് കാപ്പബിലിറ്റി ഉള്ള SMD കമ്പോണൻസും അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടുപേരുടെയും എനർജി ബാലൻസ് മെഷർ ചെയ്ത് നോക്കുമ്പോൾ ത്രൂ ഹോൾ കമ്പോണൻസിന്റെ എനർജി കൺസപ്ഷൻ കൂടുതലും SMD കമ്പോണൻസിന്റെ എനർജി കൺസപ്ഷൻ കുറവുമാണ്. അപ്പോ നമുക്കൊരു ബാറ്ററി ഉപയോഗിച്ചിട്ട്, ഐ റിപ്പീറ്റ്, നമ്മളൊരു 5 വോൾട്ടിന്റെ ബാറ്ററി ഉപയോഗിച്ച് ത്രൂ ഹോൾ കമ്പോണന്റിന്റെ ബോർഡിന്റെ ഫങ്ഷനാലിറ്റി നമുക്കൊരു 3 മാസം ഓടിക്കാൻ പറ്റുമെങ്കിൽ SMD കമ്പോണൻസ് ഉപയോഗിച്ച് സെയിം ഫങ്ഷനാലിറ്റി ഉള്ള ബോർഡ് നമുക്കൊരു 6-7 മാസം ഓടിക്കാൻ പറ്റും. സോ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ഒരു ലോങ് ലൈഫ് നമുക്ക് കിട്ടി. ഇനി അതുപോലെ തന്നെ പവർ കൺസപ്ഷൻ കുറഞ്ഞു,
സ്പീഡ് കൂട്ടാൻ പറ്റി. അതുപോലെ തന്നെ ഹൈ ഡെൻസിറ്റി ബോർഡുകൾ, അതായത് മിക്സഡ് സർക്യൂട്ട് ബോർഡുകളിൽ ഒരു മോർ നമ്പർ ഓഫ് ഫംഗ്ഷൻസിനെ ഇന്റഗ്രേറ്റ് ഉണ്ട്. എത്രത്തോളം നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റും അത്രയും ഫംഗ്ഷൻസ് ഇന്റഗ്രേറ്റ് കൊണ്ടാണ് ഓരോ പ്രോഡക്റ്റുകളും വരുന്നത്. ഇപ്പൊ നമ്മുടെ ഫോണിലാവട്ടെ, നമ്മുടെ വെയറബിൾ ഡിവൈസ് ആയിട്ടുള്ള വാച്ചുകളാവട്ടെ, എല്ലാം മോർ ഫംഗ്ഷൻ, ഒരു ബ്രാൻഡിനേക്കാളും അടുത്ത ബ്രാൻഡിന് എത്രത്തോളം സെയിം സ്ട്രക്ചറിൽ എലിഗന്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഡിസൈനിൽ എത്രത്തോളം ഫംഗ്ഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും റവന്യൂവിലേക്കാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് SMD കമ്പോണൻസ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഇതെല്ലാം പോസിബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് മോഡേൺ ഇലക്ട്രോണിക്സ് മൊത്തം SMD കമ്പോണൻസിലായി കഴിഞ്ഞു. പക്ഷെ എന്നിട്ട് നമ്മുടെ ലാബുകളിൽ ഇപ്പോഴും ഹോൾ ത്രൂ കമ്പോണൻസ് തന്നെയാണ്, ത്രൂ ഹോൾ കമ്പോണൻസ് തന്നെയാണ്. അപ്പൊ ത്രൂ ഹോൾ കമ്പോണൻസ് ഉപയോഗിച്ചുള്ള സോൾഡറിംഗ് എന്നാൽ ത്രൂ ഹോൾ ടെക്നോളജി എന്ന് പറയും. ഇതിനെ SMD എന്നല്ല പറയാം, SMT എന്ന് പറയാം, സർഫസ് മൗണ്ട് ടെക്നോളജി എന്നാണ് പറയുക. SMD കമ്പോണൻസ് ഉപയോഗിച്ചുള്ള സോൾഡറിങ്ങിനെ SMT എന്ന് പറയും. മറ്റത് ത്രൂ ഹോൾ കമ്പോണൻസ് THT, ത്രൂ ഹോൾ കമ്പോണ്ട് ടെക്നോളജി എന്ന് പറയും. അപ്പൊ ബോർഡിന്റെ സൈസ് സെയിം ഫംഗ്ഷനാലിറ്റി നോക്കുമ്പോൾ SMD കമ്പോണൻസ് സുപ്പീരിയർ ആയിട്ട് നിൽപ്പുണ്ട്. ഇനി ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രെസ്സും സ്ട്രെയിനും വൈബ്രേഷൻസും ഒക്കെ അടിക്കുന്ന സ്ഥലങ്ങളിൽ അത് പീരിയോഡിക് ആയിട്ട് ഇങ്ങനെ സ്ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. SMD കമ്പോണൻസിന് വിസ്റ്റാൻഡ് ചെയ്യേണ്ട കപ്പാസിറ്റി കുറവാണ്. അതുകൊണ്ട് ഇതിന്റെ കൂടെ അക്വസ്റ്റിക്സ് ആഡ് ചെയ്തിട്ട്, അതായത് ഈ വൈബ്രേഷൻസിനെയൊക്കെ സപ്രസ് ചെയ്യാൻ പറ്റുന്ന അക്വസ്റ്റിക്സ് ഉപയോഗിച്ച് നമുക്ക് അതെല്ലാം പോസിബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് SMD കമ്പോണൻസ് ഇന്ന് സാറ്റലൈറ്റുകളിലും എയറോസ്പേസ് ആപ്ലിക്കേഷനുകളിലും മിലിറ്ററി ഗ്രേഡ് ആപ്ലിക്കേഷനുകളിലും അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങളിലും എല്ലാം SMD ബോർഡുകളാണ് ഇന്നും ഉള്ളത്. ത്രൂ ഹോൾ കമ്പോണന്റുകൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഇലക്ട്രിക്കൽ ആപ്ലിക്കേഷനിൽ നമ്മൾ ഇന്നും പഴയ ആൾക്കാർ പുതിയ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാത്തവർ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ചില സ്പെസിഫിക് ബോർഡുകളിൽ SMDയുടെ പെർഫോമൻസ് വീക്ക് ആവുന്ന, അത് അത്രയും പവർ ഹാൻഡിൽ ചെയ്യുന്ന സ്ഥലങ്ങളിൽ, പവർ മാനേജ്മെന്റ് SMDയിൽ ഡിഫിക്കൽട്ട് ആവുന്ന സ്ഥലങ്ങളിൽ ഇന്നും ത്രൂ ഹോൾ കമ്പോണൻസ് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അത് ഇപ്പോഴും അവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ എന്നേക്ക് അത് ഐസൊലേറ്റ് ആയി പോകുമായിരുന്നു. സോ SMD കമ്പോണൻസ് ഇന്ന് പോപ്പുലർ ആണ്. പിന്നെ SMD കമ്പോണൻസിന്റെ ഒരേ അട് കഴിഞ്ഞാൽ മാസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ, ഒരു ബാച്ച് പ്രോസസ്സിംഗ് എന്ന് പറയും. ഇൻഡസ്ട്രിയിൽ ഒരു പ്രോഡക്റ്റ് ഒരു പ്രോസസ്സ് സെയിം ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വരെയാണ് റോബോട്ടിക്സിന്റെ ഉപയോഗിച്ചും കൺട്രോൾ ആൻഡ് ഓട്ടോമേഷൻ പ്രൊസീജിയേഴ്സ് ഉപയോഗിച്ചും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാച്ച് പ്രോസസ്സിംഗ്, മാസ് പ്രൊഡക്ഷൻ, ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇനി അറിയേണ്ടത് ഒരു ബോർഡിനകത്ത് SMD കമ്പോണൻസ് കണ്ടാൽ എങ്ങനെ തിരിച്ചറിയണം, അതുപോലെ തന്നെ SMD കമ്പോണൻസിന്റെ സൈസിനെ എന്താണ് തീരുമാനിക്കുന്നത്, അതിന്റെ പാക്കേജ് എന്താണ്, SMDയുടെ കോഡ് കിട്ടിക്കഴിഞ്ഞാൽ, ഐ റിപ്പീറ്റ്, SMDയുടെ കോഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഡേറ്റ ഷീറ്റ് എവിടെ നിന്ന് ഒപ്പിക്കണം, ഇങ്ങനെയുള്ള ഒരു ഡിപ്ലോമ ലെവൽ ആളിന് ബേസിക് ആയിട്ട് ആവശ്യമുള്ള കുറച്ച് കൺസെപ്റ്റുകളുടെ പ്രൊസീജിയറുകളും അതിന്റെ റിസോഴ്സസുകളുമാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മുടെ SMD കമ്പോണൻസിന്റെ സോൾഡറിംഗ് പ്രൊസീജിയർ, പ്രധാനമായിട്ടും ICയുടെ പ്ലേസ്മെന്റ്, ICയുടെ ഡീസോൾഡറിംഗ്, പിന്നെ SMD കമ്പോണൻസിന്റെ ഡീസോൾഡർ ചെയ്യുമ്പോൾ മോസ്ഫെറ്റുകൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് തുടങ്ങിയ കുഞ്ഞു ബേസിക് കൺസെപ്റ്റുകളാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. സോ നമ്മുടെ ടോപ്പിക് ഇതാണ്, SMD കമ്പോണൻസിന്റെ ഫെമിലിയറൈസേഷൻ ആൻഡ് സോൾഡറിംഗ് ടെക്നിക്സ്. ഇവിടെ പറയാൻ പോകുന്നത് SMD വേഴ്സസ് ത്രൂ ഹോൾ കമ്പോണൻസിന്റെ കമ്പാരിസൺ, SMD കമ്പോണൻസും അതിന്റെ പാക്കേജുകളും, SMDയുടെ വർക്ക് സ്റ്റേഷനും അതിന്റെ സ്റ്റാൻഡേർഡ്സും, സോൾഡറിംഗ് പ്രൊസീജിയർ, ഇൻസ്പെക്ഷൻ ആൻഡ് റീവർക്ക് പ്രൊസീജിയർ, IC ഹാൻഡ്ലിംഗ് മെത്തേഡ്സ്. സോ IC ഹാൻഡിൽ ചെയ്യുന്ന പ്രൊസീജിയർ എങ്ങനെയാണ്? ഇത് മാനുവൽ, SMDയുടെ സോൾഡറിങ് മാനുവലായിട്ടും ചെയ്യാം, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് പ്രോസസ്സുകളിലും ചെയ്യാം. സോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തിരിച്ചറിയാൻ പറ്റും, ഇത്തിരി ലീഡ് കൂടിയ, അതായത് കാല് നീളം കൂടിയ ആൾക്കാരാണ് ത്രൂ ഹോൾ കമ്പോണൻസ്. അവരുടെ സോൾഡറിങ് എല്ലാം ത്രൂ ഹോൾ ടെക്നോളജിയുടെ IPC സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടായിരിക്കും വരുന്നത്. SMD കമ്പോണൻസ് എന്ന് പറയുമ്പോൾ അവരുടെ ലീഡിന്റെ സൈസ് ചെറുതാണ്. ചില SMD കമ്പോണൻസിൽ ലീഡേ ഇല്ല. ഐ റിപ്പീറ്റ്, ചില SMD കമ്പോണൻസിന് ലീഡേ ഇല്ല. ഓക്കെ, ഇനി SMD കമ്പോണൻസിന്റെ ഡയോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അതിന്റെ ഷേപ്പ് കാലാകാലങ്ങളായിട്ട് കണ്ട് നമുക്കറിയാം. ഇനി ഒരു ഡയോഡ് ത്രൂ ഹോൾ നിങ്ങൾക്ക് തിരിച്ചറിയാം. SMD കാണുമ്പോൾ എങ്ങനെ തിരിച്ചറിയണം? ഇനി ഒരു കപ്പാസിറ്റർ പല കളറിൽ ഇരിപ്പുണ്ട്. ചില കളറാണെങ്കിൽ നിങ്ങളെ ഒരു ബ്രൗൺ ജാഗറി ഷേപ്പ് കളറാണ്, ഒരു കരിപ്പട്ടി കളറാണ്. ചിലതാണെങ്കിൽ ഒരു വാനില ഷേപ്പ് കളറാണ്, ചിലതൊരു ഓറഞ്ച് ഫ്ലേവർ ഉള്ള കളറാണ്. ഈ കളർ കാണുമ്പോൾ ഏത് ടൈപ്പ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. മൈക്രോ ഫാരഡ് ആണോ, പൈക്കോ ഫാരഡ് ആണോ, നാനോ ഫാരഡ്. ഈ നമ്പറിംഗ് വെച്ചിട്ട് എല്ലാത്തിലും നമ്പറിംഗ് ഒന്നുമില്ല, എല്ലാ കമ്പോണൻസിലും നമ്പറിംഗ് ഇല്ല. നമുക്കാണെങ്കിൽ കളർ കോഡിംഗ് എവിടെ ഉണ്ടായിരുന്നു? നമ്മുടെ ത്രൂ ഹോൾ കമ്പോണൻസിൽ ഉണ്ടായിരുന്നു. കപ്പാസിറ്ററിനും റെസിസ്റ്ററിനും ഇൻഡക്ടറിനും ഒക്കെ കളർ കോഡിംഗ് ഉണ്ട്.
പിന്നെ നമ്പറിംഗ് മെത്തേഡും ഉണ്ട്. അതായത് JEDIC സ്റ്റാൻഡേർഡും ഉണ്ട്, പ്രോ ഇലക്ട്രോൺ സ്റ്റാൻഡേർഡ് ഉണ്ട്, EBCIDC സ്റ്റാൻഡേർഡ്, ഇങ്ങനെ അതുപോലെ തന്നെ EIA സ്റ്റാൻഡേർഡ്, ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മളൊക്കെ PSC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഈ പേരുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. സോ ഫ്രണ്ട്സ്, അപ്പം ഈ സ്റ്റാൻഡേർഡുകൾ പോലെ തന്നെ SMD കമ്പോണൻസിനും സ്റ്റാൻഡേർഡുകളുണ്ട്. സോ അപ്പൊ അതിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡേർഡാണ് JIS സ്റ്റാൻഡേർഡ്, ജാപ്പനീസ് ഇൻഡസ്ട്രീസിന്റെ സ്റ്റാൻഡേർഡ് ഉണ്ട്, JIS സ്റ്റാൻഡേർഡ് ഉണ്ട്. പിന്നെ അതുപോലെ പ്രോ ഇലക്ട്രോൺ സ്റ്റാൻഡേർഡ് ഉണ്ട്. പിന്നെ EIA, ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രീസ് അസോസിയേഷന്റെ സ്റ്റാൻഡേർഡും ഉണ്ട്. സോ ഫ്രണ്ട്സ്, അപ്പൊ SMD ബോർഡും ഞാൻ നിങ്ങളെ ഇത് പഠിപ്പിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ഒരു സ്റ്റുഡന്റിന് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, ഒരു SMD ബോർഡ് നിങ്ങളുടെ കയ്യിൽ തരുന്നു, അതുപോലെ തന്നെ ഒരു ത്രൂ ഹോൾ ടെക്നോളജിയിലുള്ള ബോർഡും തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം, അതാണ് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നോളജ്. അതാണ്. അപ്പൊ SMD കമ്പോണൻസ് ആണെങ്കിൽ ലീഡ് ഉണ്ടാവും, ടോപ്പിലാണെങ്കിൽ കമ്പോണൻസിന്റെ പ്ലേസ്മെന്റും റൂട്ടിങ്ങും എല്ലാം കാണും, ബോട്ടത്തിലായിരിക്കും സോൾഡറിങ് ചെയ്യുന്നത്. ടോപ്പിൽ പ്ലേസ്മെന്റ് കാണും, എഴുത്തും കുത്തും എല്ലാം മുകളിലായിരിക്കും. ഈ നമ്മുടെ സോൾഡറിങ്ങിന്റെ ജോയിന്റുകളെല്ലാം അടിയിലാണ് വരുന്നത്, ബോട്ടത്തിലാണ് വരുന്നത്. സോ ഇത് കമ്പോണന്റുകളെ ഹാൻഡിൽ ചെയ്യുന്നു, അതിന്റെ റിഫ്ലക്ഷൻ ആണ് നമ്മൾ അടിയിൽ നമ്മൾ സോൾഡർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് ICകളെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് അതിന്റെ നോച്ച് മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ സോൾഡർ ചെയ്യുമ്പോൾ കമ്പോണൻസിന്റെ പ്ലേസ്മെന്റ് എങ്ങാനും മാറിക്കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ഡിഫിക്കൽട്ട് ആണ്. സോ അതുകൊണ്ട് SMD നമ്മുടെ ത്രൂ ഹോൾ കമ്പോണൻസിൽ ഒരു സ്കിൽഡ് അല്ലാത്ത ഒരാളാണെങ്കിൽ പെട്ടെന്ന് റീവർക്കുകൾ വേണ്ടി വരും. സ്കിൽഡ് അല്ലാത്ത ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ റീവർക്കുകൾ വേണ്ടി വരും. SMD ആണെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള സോൾഡറിങ് പ്രൊസീജിയർ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരാളിന്, ഐ റിപ്പീറ്റ്, ബേസിക് ആയിട്ടുള്ള സോൾഡറിങ് പ്രൊസീജിയർ ഫോളോ ചെയ്യുന്ന ആളിന് ഫ്ലക്സ് ഇല്ലേലും സോൾഡർ ചെയ്യാൻ പറ്റും. ഫ്ലക്സ് നിർബന്ധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രൂ ഹോൾ ടെക്നോളജിയിൽ ഫ്ലക്സ് നിർബന്ധം. ഇവിടെ നമുക്ക് SMDക്കകത്താണെങ്കിൽ ഫ്ലക്സ് ഇല്ലേലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെജോറിറ്റി ഓഫ് കമ്പോണൻസ്, എല്ലാം എന്ന് പറയുന്നില്ല, മെജോറിറ്റി ഓഫ് കമ്പോണൻസ് ഫ്ലക്സ് ഇല്ലേലും ഓക്സിഡേഷൻ ഫ്രീ ആയിട്ട് പ്രോപ്പർ കോണ്ടാക്ട് SMD കമ്പോണൻസിൽ കൊണ്ടുവരാൻ പറ്റും. ചിലർക്കൊക്കെ അതൊരു ഡിബേറ്റ് ആയിട്ട് തോന്നാം, അത് സത്യമാണ്. ഇൻഡസ്ട്രിയിൽ നമ്മൾ എല്ലായിടും അത് ഫ്ലക്സ് കൊണ്ടു നടക്കാറില്ല. SMD കമ്പോണൻസ് നോക്കും, ICകൾ മാത്രം ഹാൻഡിൽ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ എപ്പോഴും ഫ്ലക്സുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. മെജോറിറ്റി നമ്മൾ ഒഴിവാക്കി. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, അത് ഫ്ലക്സ് ചൂടാക്കുമ്പോഴുള്ള ഗ്യാസ്, അവിടെ നിന്നുള്ള പൊല്യൂഷൻ, അതുപോലെ അതിൽ നിന്നുള്ള ഹെൽത്ത് ഹസാർഡിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇനി അത് നേരെ എന്ത് ചെയ്യാണ്, വല്ല ക്ലീനിങ് സമയത്ത് ഈ ഫ്ലക്സിലെ ക്ലോറൈഡുകളും വാട്ടറും കൂടെ ചേർന്നിട്ടുള്ള വാട്ടർ പൊല്യൂഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു മാസമായിട്ടുള്ള സംഭവത്തിൽ വരുമ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ സേവ് ചെയ്യാൻ പറ്റി. അതുപോലെ എക്കണോമിയും കുറച്ച് സേവ് ചെയ്യാൻ പറ്റി. SMDയിൽ നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ സോൾഡറിങ് ചെയ്യുന്ന സമയത്ത് ഫ്ലക്സ് അത്യാവശ്യമാണ്. ഇനി നോക്കിയ കൂട്ടുകാരെ, ഇതാണ് ഒരു SMD ബോർഡ്. SMD ബോർഡിൽ പ്ലേസ്മെന്റും സോൾഡറിങ് പ്രൊസീജിയറും, മാനുവൽ ആയിട്ടുള്ള സോൾഡറിങ് പ്രൊസീജിയറും പ്ലേസ്മെന്റും എല്ലാം ഒരേ സൈഡ് തന്നെയാണ്. ഇനി നിങ്ങൾക്കാണെങ്കിൽ SMD കമ്പോണൻസിന് സോൾഡർ ചെയ്യാൻ 150 രൂപയുടെ സോൾഡറിങ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ കിട്ടും, മാർക്കറ്റിൽ കിട്ടും. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നല്ല ക്വാളിറ്റി ഉള്ള 150-200 രൂപയ്ക്കൊക്കെ ഒരു സോൾഡർ ഓൺ, നമ്മൾ ഇവിടെ കിട്ടുന്ന നല്ലൊരു ബ്രാൻഡാണ് സോൾഡർ ഓൺ. സോൾഡർ ഓൺ ഒക്കെ നമുക്ക് എന്ത് കിട്ടും, മാർക്കറ്റിൽ കിട്ടും. പക്ഷെ SMD ചെയ്യണമെങ്കിൽ ഇച്ചിരി പാടാണ്. SMDക്ക് ആണെങ്കിൽ ഇച്ചിരി കാശ് ചെലവാക്കിയാലേ പറ്റത്തുള്ളൂ. SMD കമ്പോണൻസിന്റെ സോൾഡറിങ് അയൺ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഉള്ള സാധനം വരുന്നത് ഒരു 60,000 രൂപ അടുപ്പിച്ചാണ്. നമുക്ക് ലോക്കൽ സാധനങ്ങളും ഉണ്ട്, പക്ഷെ ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ JBC, അതുപോലെ വെല്ല് തുടങ്ങിയ ബ്രാൻഡുകളുടെ സ്റ്റാൻഡേർഡ് ആണ് ഉള്ളത്. അതിനകത്താണെങ്കിൽ ഷാർപ്പ് ബിറ്റുകൾ കമ്പൽസറി ആണ്. SMD കമ്പോണൻസ് സോൾഡർ ചെയ്യുമ്പോൾ ഷാർപ്പ് ബിറ്റുകൾ കമ്പൽസറി ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ SMD കമ്പോണൻസ് ചെയ്യുമ്പോൾ ഒരു തുടക്കത്തിൽ ഒരു 160 ഡിഗ്രി സെൽഷ്യസിൽ നമ്മുടെ കമ്പോണൻസ് ജസ്റ്റ് പ്രീ ഹീറ്റ് ചെയ്യുന്നത് നല്ലതാണ്. മിനിമം ടൈമിൽ നമ്മൾ അവിടെ ചെയ്യുമ്പോൾ തന്നെ ചെയ്യണം. ഇതൊക്കെ ഒരു പെട്ടെന്ന് അത്ഭുതം സംഭവിക്കുന്ന പ്രോസസ്സുകളല്ല, ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതാക്കാൻ പറ്റും. പക്ഷെ സോൾഡറിങ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഒരുപാട് ചൂടാക്കി കഴിഞ്ഞാൽ ഈ കമ്പോണന്റ് പെട്ടെന്ന് ഡാമേജ് ആയി പോകും. കാരണം സൈസ് ചെറുതാണ്. ഒരു ബ്ലാക്ക് കോട്ടിംഗ് ഉള്ള മെറ്റീരിയൽ ആണെങ്കിൽ പിന്നെയും കുറച്ചു കാലം പിടിച്ചു നിൽക്കും. ചെറിയ സൈസ് ഉള്ള മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഡാമേജ് ആയി പോകും. സോ അതുകൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് മിനിമം ടൈമിലുള്ള ഒരു സോൾഡറിങ് ആണ് ചെയ്യേണ്ടത്. ഒരു സ്കിൽഡ് ലേബർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഫിഷ്യന്റ് ആയിട്ടുള്ള സോൾഡറിങ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് ഒരു സോൾഡറിങ് പ്രാക്ടീസ് ഇവിടെ അത്യാവശ്യമാണ്. ഓക്കെ, ഇവിടെ പ്ലേസ്മെന്റും സോൾഡറിങ്ങും എല്ലാം ടോപ്പിൽ തന്നെയാണ്. കോണ്ടാക്റ്റുകളെല്ലാം മുകളിൽ തന്നെയാണ്. ഈ ICകളിൽ തന്നെ പലതരത്തിലുള്ള കോണ്ടാക്റ്റുകളുണ്ട്, നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, സോ ആരെങ്കിലും ചോദിക്കുകയാണ് SMD കമ്പോണൻസും ത്രൂ ഹോൾ ടെക്നോളജിയും തമ്മിലുള്ള കമ്പാരിസൺ. സോ അപ്പൊ മനസ്സിൽ വരേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മൗണ്ടിങ് മെത്തേഡ് ആണ്. കമ്പോണൻസ് പ്ലേസ് ചെയ്യുന്നത് ടോപ്പിൽ തന്നെയാണ്, സോൾഡറിങ് അവിടത്തെയാണ് SMD. ഓപ്പോസിറ്റ് ആണെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആണെങ്കിൽ, ലീഡ്സ് സോൾഡർ ചെയ്യുന്ന ഒരു ഹോൾസും ലീഡ്സും ഉണ്ടെങ്കിൽ
അല്ലെങ്കിൽ ഒരു ബോർഡിനകത്ത് ഹോളുകൾ ഉണ്ടെങ്കിൽ അത് ത്രൂ ഹോൾ ടെക്നോളജിയാണ്. അവിടെ ഹോൾ ത്രൂ കമ്പോണൻസ് ആണ് ഉള്ളത്, ത്രൂ ഹോൾ കമ്പോണൻസ് ആണ് ഉള്ളത്. ഇനി കമ്പോണന്റ് സൈസ് കമ്പാരിറ്റീവ്ലി ത്രൂ ഹോളിനേക്കാളും കുറവാണ്. ഇലക്ട്രോണിക്സുകാരായ നമുക്കറിയാം ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസിന്റെയും സൈസും ഡയമെൻഷനും വലുതാവുന്നതിനനുസരിച്ച് അതിന്റെ പവർ കൺസപ്ഷനും കൂടുമെന്നുള്ള കാര്യം അറിയാം. സോ സൈസിന് ചെറുതാക്കുന്നു, പവർ കൺസപ്ഷനും ചെറുതാക്കുന്നു. ഇനി അസംബ്ലിംഗ് പ്രോസസ് ആണെങ്കിൽ ത്രൂ ഹോൾ ടെക്നോളജിയിൽ നമുക്ക് ഫുള്ളി ഓട്ടോമാറ്റിക് ആക്കിയിട്ടുള്ള സോൾഡറിങ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റും. പക്ഷെ ഒരു മാനുവൽ ആയിട്ടുള്ള ഒരു സെൻസറിങ് ഓപ്പറേഷൻ അവിടെ അത്യാവശ്യമാണ്, ഒരു മാനുവൽ കൺട്രോൾ അവിടെ അത്യാവശ്യമാണ്. ഇനി ഇവിടെ ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആയിട്ട് അസംബ്ലി പ്രോസസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മാസ് പ്രൊഡക്ഷൻ ഓഫ് ബോർഡുകൾ SMD പോസിബിൾ ആണ്. ഇനി നമുക്ക് സ്പേസ് എങ്ങനെ വേണോ വളച്ചൊടിച്ച് വെക്കാം. എത്ര കമ്പോണൻസ് കൊണ്ടുവന്നാലും നമുക്കൊരു ബോർഡിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് വെക്കാം. അതിനനുസരിച്ചുള്ള കമ്പോണൻസുകൾ സെലക്ട് ചെയ്താൽ മതി. ഇനി കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ത്രൂ ഹോൾ ടെക്നോളജിയിൽ നമുക്ക് ഡ്രില്ലിങ്ങിനും വേണ്ടിയിട്ട് ചെലവാക്കുന്ന പൈസയൊക്കെ ഇവിടെ ലാഭമാണ്. ഹോൾ അടിക്കാനും ഉണ്ടാക്കുന്ന ചെലവ് ഇവിടെ വളരെ ലാഭമാണ്. SMDക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഹോൾ അടിക്കേണ്ട ചെലവ് ഒഴിവാക്കി. ഇനി മെക്കാനിക്കൽ സ്ട്രെങ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ജനറൽ കമ്പാരിസണിൽ ഒരു സീതാ ലോക്കൽ ബ്രാൻഡിലെ ബോർഡ് നോക്കുമ്പോൾ ത്രൂ ഹോൾ ടെക്നോളജിയിലെ ബോർഡ് സുപ്പീരിയർ മെക്കാനിക്കൽ ക്വാളിറ്റീസ് ഉള്ളതും SMD ബോർഡ് കുറച്ച് വീക്ക് ബോർഡുമാണ്. പക്ഷെ നമുക്ക് സുപ്പീരിയർ ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. എന്തും ഇലക്ട്രോണിക്സിൽ പോസിബിൾ ആണ്, എന്തും സാധ്യമാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി, പോക്കറ്റിൽ നിന്ന് കുറച്ച് കാശ് മുടങ്ങി കഴിഞ്ഞാൽ പുതിയ മെറ്റീരിയലുകൾ നമുക്ക് ആഡ് ചെയ്ത് സുപ്പീരിയർ സ്ട്രെങ്തിലുള്ള നമ്മുടെ ഹൈ വൈബ്രേഷനും സ്ട്രെസ്സും ഒക്കെ താങ്ങാൻ പറ്റുന്ന രീതിയിൽ ഡിസൈനിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ എല്ലാം ഫ്ലെക്സിബിൾ ആണ്, നമ്മുടെ കാര്യങ്ങളെല്ലാം ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ, നമ്മുടെ ബാക്കിയുള്ള ബ്രാഞ്ച് പോലെ ഇത് ഇങ്ങനെ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പറ്റത്തുള്ളൂ എന്നില്ല. നമുക്ക് എന്തിനും ഏത് രീതിയിലും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. സോ മെക്കാനിക്കൽ സ്ട്രെങ്ത് കുറച്ച് വീക്ക് ആണ് SMD കമ്പോണൻസിന് ജനറലി. പക്ഷേ ആ റഗഡ് ആയിട്ടുള്ള നമ്മുടെ ഹൈ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ബോർഡുകൾ ആക്കിയെടുക്കാൻ പോസിബിൾ ആണെന്ന് വെച്ചാൽ പോസിബിൾ ആണ്. ഇനി ത്രൂ ഹോൾ ടെക്നോളജിയിലുള്ള ഒരു ബോർഡിലൂടെ ഇലക്ട്രോൺ ഓടുന്ന സ്പീഡും SMD കമ്പോണൻസിലൂടെ ഇലക്ട്രോൺ ഓടുന്ന സ്പീഡും വ്യത്യാസമുണ്ട്. സോ ഇവിടെയാണ് ഹൈ സ്പീഡ് ഇലക്ട്രോണിക് ബോർഡുകൾ അതുപോലെ ഹൈ ഇന്റഗ്രേഷൻ ഉള്ള ബോർഡുകളെല്ലാം SMD ബോർഡുകളാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഇനി പറയേണ്ട കാര്യം ഹീറ്റ് ഡിസിപ്പേഷന്റെ കാര്യമാണ്. ത്രൂ ഹോൾ ടെക്നോളജിയിലാണെങ്കിൽ വലിയ ഫാനുകൾ ആവശ്യമാണ്, വലിയ ഹീറ്റ് സിങ്കുകൾ ആവശ്യമാണ്. SMDക്ക് ആണെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള തെർമൽ വയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഹീറ്റ് ഡിസിപ്പേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ SMD ബോർഡുകളിൽ വലിയ മാസി ആയിട്ടുള്ള വലിയ സൈസുള്ള ഫാനുകളൊന്നും ആവശ്യം ഇല്ല. നമുക്കറിയാം ഈ ഫാനിന്റെ കുഴപ്പം ഇന്ന് നല്ല സ്മൂത്ത് ആയിട്ട് നോയ്സ് ഫ്രീ ആയിട്ട് ഓടും, കുറച്ച് കഴിയുമ്പോൾ കരകരകരകരകരായിട്ട് ഓടിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ പ്രോഡക്റ്റുകൾ വർക്ക് ചെയ്യിക്കുന്ന സമയത്തും ഈ ഫാൻ എന്താണ് ഏജിങ് സംഭവിച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും ഫ്രിക്ഷൻ എഫക്ട് കൊണ്ട്. പക്ഷെ SMDക്കകത്താണെങ്കിലോ നമുക്ക് ചെറിയ കൂളിംഗ് അറേഞ്ച്മെന്റിൽ കൊടുത്താൽ മതി, ചെറിയ രീതിയിൽ ഹോൾസ് കൊടുത്ത് എക്സ്റ്റേണൽ ആയിട്ടുള്ള കൂളിംഗ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഫാൻ തന്നെ അകത്ത് നിന്ന് ഒഴിവാക്കിയെടുക്കാം. ഇനി അടുത്ത് പ്രൊഡക്ഷൻ സ്പീഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ബൾക്ക് എമൗണ്ടിലുള്ള മാസ് പ്രൊഡക്ഷൻ SMDയിൽ പോസിബിൾ ആണ്. ത്രൂ ഹോളിലാണെങ്കിൽ ഇച്ചിരി വീക്കാണ്. ഇനി ആപ്ലിക്കേഷൻ നമ്മുടെ അടുക്കള തൊട്ട് അങ്ങ് സാറ്റലൈറ്റ് വരെയുള്ള ആവശ്യങ്ങൾക്കുള്ള ഇലക്ട്രോണിക് ഡിവൈസുകൾ SMDയിൽ പോസിബിൾ ആണ്. എന്തൊക്കെ ത്രൂ ഹോളിൽ പറ്റുമോ അതെല്ലാം ഇവിടെയും പറ്റും. ഇനി ഡ്യൂറബിലിറ്റി ആണെങ്കിൽ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീരിയോഡിക് സ്ട്രെസ് അനുഭവിക്കുന്ന അറ്റ്മോസ്ഫിയറിലാണെങ്കിൽ SMD കമ്പോണൻസ് അതിനനുസരിച്ചുള്ളത് സെലക്ട് ചെയ്യണം. അതിന്റെ പാക്കേജ് മാറ്റിയെടുക്കണം. ഹൈ സ്ട്രെങ്ത് ഉള്ള പാക്കേജുകൾ നോക്കണം. ഇനി ടിപ്പിക്കൽ ആയിട്ടുള്ള കമ്പോണൻസ് ആണെങ്കിൽ നമ്മുടെ ആക്റ്റീവും പാസീവും ആയിട്ടുള്ള കമ്പോണൻസുകളെല്ലാം ഉണ്ട്. റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, SMDയിലും ഇൻഡക്ടർ ഉണ്ട്, അതിനൊന്നും കുഴപ്പമില്ല. ട്രാൻസിസ്റ്റർ ഉണ്ട്. പക്ഷെ റിലേസ് വരുമ്പോഴും അതുപോലെ തന്നെ മൈക്രോ ഫാരഡിലെ ഹൈ റേഞ്ചുള്ള കപ്പാസിറ്റൻസ് വരുമ്പോഴും കണക്ടറുകൾ വരുമ്പോഴും മെയിൽ കണക്ടർ, ഫീമെയിൽ കണക്ടർ, അതുപോലെ ട്രാൻസ്ഫോമർ കണക്ഷൻ, ഇതൊക്കെ വരുന്ന സമയത്ത് ത്രൂ ഹോളിന്റെ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ത്രൂ ഹോൾ ആവശ്യമുള്ള കമ്പോണൻസ് എല്ലാം കൂടെ ഒരു ചെറിയ ഡോട്ടർ ബോർഡായിട്ട് ഇതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്യാറുണ്ട്. SMD ബോർഡ് ഇതുമായിട്ട് ഇന്റർഫേസ് ചെയ്യാറുണ്ട്. അത് SMD ടു ത്രൂ ഹോൾ ഇന്റർഫേസ് പോസിബിൾ ആണ്. ഐ റിപ്പീറ്റ്, SMD ബോർഡും ത്രൂ ഹോൾ ടെക്നോളജിയുള്ള ബോർഡും തമ്മിൽ ഇന്റർഫേസ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. ആരുമായിട്ടും അത് ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ, ഇനി SMD കമ്പോണൻസിന്റെ ആപ്ലിക്കേഷൻ പറഞ്ഞു. കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, നമ്മുടെ ഡെയിലി വെയറിനുള്ള എല്ലാ
ഇലക്ട്രോണിക് ഡിവൈസുകളും ഓട്ടോമാറ്റിക് ഇലക്ട്രോണിക് ഡിവൈസുകൾ, നമ്മുടെ കാറുകൾ, ഓട്ടോമേഷൻ സിസ്റ്റംസ്, ബോർഡുകൾ, ഇൻഡസ്ട്രിയൽ എക്വിപ്മെന്റുകൾ, മെഡിക്കൽ ഡിവൈസുകൾ, എയറോസ്പേസ്, ഡിഫൻസ്, എല്ലാ ഏരിയയിലും SMD കമ്പോണൻസ് വെച്ചുള്ള ഇത് പോസിബിൾ. ഒരിടത്തും ലിമിറ്റേഷൻ ആയിട്ടൊന്നും ഇല്ല. ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിന്റെ വീക്ക് ആയിട്ടുള്ള മെക്കാനിക്കൽ സ്ട്രെങ്ത് മാത്രമാണ്. അത് ഇത്തിരി പ്രകാശം അടങ്ങി കഴിഞ്ഞാൽ SMD കമ്പോണൻസിൽ റഗഡ് ആയിട്ടുള്ള കമ്പോണൻസുകളും ഉണ്ട്. പാക്കേജ് സെലക്ട് എടുത്താൽ മതി. ഇനി നിങ്ങൾ ഒരു സ്റ്റുഡന്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യം, സർഫസ് മൗണ്ട് ഡിവൈസുകൾക്ക് പാക്കേജുകളാണ് പറയുന്നത്. നമ്മൾ ഇതാണ് ത്രൂ ഹോൾ കമ്പോണൻസ് ആണെങ്കിൽ കടയിൽ പോയിട്ട് ക്വാർട്ടർ വാട്ട് കമ്പോണന്റ്, ഹാഫ് വാട്ട് കമ്പോണന്റ്, 1 വാട്ട് കമ്പോണന്റ്, പവർ റേറ്റിംഗ് വെച്ച് പറയും. ഇനി കപ്പാസിറ്റർ ആണെങ്കിലോ, നമ്മളാണെങ്കിൽ അതിന്റെ ഡൈലക്ട്രിക് സ്ട്രെങ്ത് ഒന്നും സാധാരണ ആൾക്കാരൊന്നും പറയാറില്ല. കപ്പാസിറ്ററിന്റെ വാല്യൂവും വോൾട്ടേജ് റേറ്റിംഗ് കൂടെ പറയും. വോൾട്ടേജ് പറഞ്ഞില്ലേലും അയാൾക്ക് അറിയാം, നമ്മുടെ കോമൺ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് ഉപയോഗിക്കുന്നത്, അത് പറഞ്ഞു തരും. പക്ഷെ സർഫസ് മൗണ്ട് ഡിവൈസുകൾക്ക് കൃത്യമായിട്ടുള്ള പേരും അഡ്രസ്സും അതുപോലെ പാൻ കാർഡും ഉണ്ട്. അതായത് കൃത്യമായിട്ടുള്ള ഒരു പാക്കേജ് ഉണ്ട്. ആ പാക്കേജിനകത്ത് സൈസ്, ഷേപ്പ്, അതിന് തരാൻ പറ്റുന്ന റേറ്റിംഗ് ആൻഡ് സ്പെസിഫിക്കേഷൻസ്, അതിന്റെ ടെസ്റ്റ് കണ്ടീഷൻസ്, ഇതെല്ലാം പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ ഷീറ്റ് കാണാൻ പറ്റും. പക്ഷെ ത്രൂ ഹോൾ കമ്പോണൻസിന് എല്ലാ ജനറൽ പർപ്പസിനും ഡേറ്റ ഷീറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് നിർബന്ധമില്ല. ഒരു മാനുഫാക്ചറിന് എല്ലാം കൂടെ ഒരു ഡേറ്റ ഷീറ്റ് ആയിരിക്കും നമ്മുടെ റെസിസ്റ്റർ, കപ്പാസിറ്ററിന്റെ ജനറൽ പർപ്പസിനുള്ളത്. സ്പെഷ്യൽ പർപ്പസിന് മാത്രമായിരിക്കും ഒരു ഡേറ്റ ഷീറ്റ് അവർ എന്ത് ചെയ്യുന്നത്, ഇമ്പോസ് ചെയ്യുന്നത്. പക്ഷെ ഡയോഡിനും ട്രാൻസിസ്റ്ററിനും ഒക്കെ ഉണ്ട്, അത് ഞാൻ ഒരു കേസാണ്. പക്ഷെ SMD ആണെങ്കിൽ ഏത് സാധനം എടുത്താലും അതിനൊരു പാക്കേജും കാര്യങ്ങളും ഉണ്ട്. ഇനി എല്ലാ ഇതിന്റെ മുകളിലും ഒരു ലെറ്ററിങ്ങും ഒരു നമ്പറിങ്ങും ഒക്കെ ഉണ്ടാവും. SMD കോഡ് എന്നാണ് അത് പറയുന്നത്. ആ SMD കോഡ് അറിയാമെങ്കിൽ ഒരുപാട് സൈറ്റുകളുണ്ട്. ആ സൈറ്റുകളിലാണെങ്കിൽ നമ്മൾ ഈ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡേറ്റ ഷീറ്റ്, അതിന്റെ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ, എല്ലാ കാര്യങ്ങളും കിട്ടും. അപ്പൊ SMD കമ്പോണൻസിന്റെ പാക്കേജുകൾ അറിയണം. ഒന്നാമത്തെ SOD, സ്മോൾ ഔട്ട്ലൈൻ ഡയോഡ്സിന്റെ പാക്കേജ് ആണ് SOD. SOT എന്ന് പറയുമ്പോൾ ഡയോഡ് മാറി ട്രാൻസിസ്റ്റർ ആയി. SOIC എന്ന് പറയുമ്പോൾ സ്മോൾ ഔട്ട്ലൈൻ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. CQFP സിറാമിക് കോഡ് ഫ്ലാറ്റ് പാക്കേജ്. PQFP എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് കോഡ് ഫ്ലാറ്റ് പാക്കേജ്. സോ ഇത് ഫിഗറിൽ കാണുമ്പോൾ ഇതിനറിയാം. ഒന്നാമത് ആ ഫിഗറിൽ കിടക്കുന്നത്, എനിക്ക് വരയ്ക്കാൻ പറ്റുന്നില്ലേ, കിട്ടും. സോ ആദ്യം കാണും. എല്ലാവരും ശ്രദ്ധിക്കണേ. ഉച്ച കഴിഞ്ഞുള്ള സമയമാണ്. എനിക്കൊരു പാവരിച്ച് കിടന്നുറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ഉറങ്ങിപ്പോരുത്, ഉഷാറാവണം. നമുക്ക് ഇനി പഠിക്കാനൊരു അവസരം ഇല്ല. നമുക്ക് ഇനി ആരും നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ആരും വരില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പഠിപ്പീരൊന്നുമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയണം. അവസാനം നമ്മൾ ഇന്ററാക്ട് ചെയ്യും, എല്ലാവരുടെ അടുത്തും സംസാരിക്കും, എല്ലാവരും തിരിച്ചും സംസാരിക്കണം ദയവേത്. ഓക്കെ. സോ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് കുറഞ്ഞ സമയമുള്ളൂ. നിങ്ങൾ എല്ലാവരും ഉഷാറാവണം പ്ലീസ്. എല്ലാവരും ഉഷാറാവണം. എല്ലാവരും ഒന്നൊരു കോട്ടുമായിട്ടൊരു ഫീൽ എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. എല്ലാവരും ഉഷാറായേ പറ്റത്തുള്ളൂ പ്ലീസ്. സോ ഫ്രണ്ട്സ്, അപ്പൊ SOD, സ്മോൾ ഔട്ട്ലൈൻ ഡയോഡ്സ്. SOT എന്ന് പറയുമ്പോൾ സ്മോൾ ഔട്ട്ലൈൻ ട്രാൻസിസ്റ്റർ. അപ്പൊ ഡയോഡും ട്രാൻസിസ്റ്റർ ഐഡന്റിഫൈ ചെയ്യേണ്ട ബേസിക് മെത്തേഡ് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം. ഡയോഡ് ആകുമ്പോൾ കോമൺ ആയിട്ട് 2 ലീഡേ കാണത്തുള്ളൂ. ഇനിയാണെങ്കിലോ ട്രാൻസിസ്റ്റർ ആകുമ്പോൾ ബേസിക് ആയിട്ട് ഒരു 3 ലീഡ് കാണും. ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആകുമ്പോഴോ അപ്പുറത്തും ഇപ്പുറത്തും ഈക്വൽ നമ്പറിലുള്ള സിമെട്രിക് ആയിട്ടുള്ള പിന്നുകൾ ഉണ്ടാവും കൂട്ടുകാരെ. അതുപോലെ തന്നെ നോച്ചും ഉണ്ടാവും. ഇനി സിറാമിക് ആണെങ്കിൽ കുറച്ച് ഒരു കളറിൽ വ്യത്യാസം ഉണ്ടാവും. ഈ കാണുന്നതാണ് സിറാമിക് ടൈപ്പ്. ഇനി പ്ലാസ്റ്റിക് കോഡ് ഫ്ലാറ്റ് പാക്ക് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വലിയ പ്രോസസർ ഐസികളാണ്, സ്പെഷ്യൽ പർപ്പസ് പ്രോസസർ ഐസികളാണ് ഉണ്ടാവുന്നത്. PQFP. ഓക്കെ. ഇനി അതുപോലെ PLCC. ഈ PLCC എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു കരിയർ കൂടെ ഉണ്ടാവും. നമുക്ക് ഒരു ബേസ് കൂടെ ഉണ്ടാവും. കമ്പോണന്റ് പ്ലേസ് ചെയ്യാനുള്ള ഒരു ബേസും സെറ്റപ്പ് കൂടെ ഉണ്ടാവും. പ്ലാസ്റ്റിക് ലീഡ് തന്നെ ആയിരിക്കും ഉണ്ടാവുന്നത്. എല്ലാവരും ഉഷാറാണ് പ്ലീസ്. LCCC, ലീഡ്ലെസ് സെറാമിക് ചിപ്പ് കരിയർ. അതിന് ലീഡ് ഒന്ന് പേര് പോലെ തന്നെ ലീഡ്ലെസ് ആണ്. കോണ്ടാക്ട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ, ചെറിയൊരു കോണ്ടാക്ട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇങ്ങനെയുള്ള കമ്പൗണ്ട്സ് സോൾഡർ ചെയ്യുമ്പോൾ ആര് വേണം? ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു പ്രിസിഷൻ ഉള്ള ആള് വേണം. ഇത് മാക്സിമം ഇങ്ങനെയുള്ള ലീഡ്ലെസ് കമ്പൗണ്ട്സ് എല്ലാം ഒരു റോബോട്ടിക് മെഷീന് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും അവര് ഡിസൈൻ ചെയ്യുന്നത്. ഇനി അതുപോലെ ഇത് ഇളക്കണമെങ്കിലും ഇച്ചിരി പണിയാണ്. ശ്രദ്ധ വേണം. എല്ലാത്തിനും വേണ്ടത് എന്താണ്? ശ്രദ്ധയാണ്. എല്ലാത്തിനും വേണ്ടത് പ്രസൻസ് ഓഫ് മൈൻഡ് ആണ്. ഇനി LDCC, ലീഡ്ലെസ് സെറാമിക് ചിപ്പ് കരിയർ. ആ പേര്, കളർ കാണുമ്പോൾ തന്നെ ഒരു സെറാമിക് കളറിന്റെ ഷേപ്പ് വരുമ്പോൾ, ഒരു ഗോൾഡൻ ടച്ച് വരുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്നത് സെറാമിക് ആണ്. ഇനി പ്ലാസ്റ്റിക് ബാൾ ഗ്രിഡ് അരയുണ്ട്. സോ
അത് PBGA എന്ന് പറയും. സോ BGA ഉണ്ട്, ബാൾ ഗ്രിഡ് അറേ ഉണ്ട്, പ്ലാസ്റ്റിക് ബാൾ ഗ്രിഡ് അറേ ഉണ്ട്. സോ ഇങ്ങനെയുള്ള മൗണ്ടിങ് പാക്കേജുകളുണ്ട്. ഇനി നമ്മൾ ഡയോഡ് റെസിസ്റ്റർ കപ്പാസിറ്റർ ഒക്കെ നമ്മൾ അതിന്റെ നമ്പറിംഗ് വെച്ചും അതുപോലെ തന്നെ അതിന്റെ പാക്കേജ് വെച്ചും നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇരിക്കുന്നതാണ് SMD ബോർഡ്. SMD ബോർഡിൽ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള സ്പേസുകളും ലീഡിന്റെ കോണ്ടാക്റ്റുകളും എല്ലാം ഉണ്ടാവും. ഈ സൈഡിൽ കാണുന്ന ഹോളുകളൊക്കെ ടെസ്റ്റ് പിൻ വെക്കാനുള്ളതാണ്, അല്ലെങ്കിൽ കണക്ടർ ഈ പാരലായിട്ട് കാണുന്ന ഇത്രയും പോർഷനിൽ കണക്ടർ വെക്കാനുള്ളതാണ്. കാരണം ഇതൊരു IC-യുടെ കേസിംഗ് ആണ്. ഈ കാണുന്ന ഒരു IC-യുടെ കേസിംഗ് ആണ്. സോ ഇവിടെ 1 2 3 4 റിലേ വെക്കേണ്ട സ്പേസ് ഇവിടെ വെച്ചിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ഒരു മോസ്ഫെറ്റ് വെക്കേണ്ട സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഈ റെക്ടാംഗുലർ കാണുന്നതെല്ലാം റെസിസ്റ്ററും കപ്പാസിറ്ററും ഒക്കെ ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ഒരു വളവും തിരിവൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു IC ആയിരിക്കും ഉണ്ടാവും. ഒരു വളവും തിരിവൊക്കെ ഉണ്ടെങ്കിൽ IC ആയിരിക്കും. ഇതെല്ലാം നമ്മൾ PCBയുടെ ആർട്ട് വർക്കിലാണ് ചെയ്യുന്നത്. സ്റ്റെൻസിൽ ഉപയോഗിച്ച് നമ്മൾ ആർട്ട് വർക്കിൽ മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കണക്ടറുകളൊക്കെ സൈഡിലായിരിക്കും. ഈ ഹോളുകൾ കൊടുത്തിട്ടുള്ള ഹീറ്റ് സിങ്കിലേക്കുള്ള കണക്ഷൻ, ഹീറ്റ് സിങ്ക് കണക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ മെറ്റലൈസേഷൻ പോർഷനിൽ കണക്ട് ചെയ്യാനുള്ള ഹീറ്റ് സിങ്കിലേക്കുള്ള കണക്ഷൻസ് ആണ് അവിടെ വരുന്നത്. സോ ഫ്രണ്ട്സ്, ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള SMD ബോർഡ്. SMDയുടെ ബോർഡിന്റെ അടിയിൽ നമുക്ക് വേണമെങ്കിൽ പിന്നെയും കമ്പോണൻസ് വെക്കാം, അടിയിലും കമ്പോണൻസ് വെക്കാം. അപ്പൊ ലെയറിങ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള ലെയറിങ് നമുക്ക് കിട്ടുന്നത്, നല്ല ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫറൻസ് കുറഞ്ഞ ലെയറിങ് കിട്ടുന്നത് SMD കമ്പോണൻസ്. ഐ റിപ്പീറ്റ്, ത്രൂ ഹോളിനെക്കാളും ഇന്റർഫറൻസ് എഫക്ട് കുറഞ്ഞ ലെയേഴ്സ് നമുക്ക് വെക്കാൻ പറ്റുന്നത് SMDക്കകത്താണ്. സുഹൃത്തുക്കളെ ശ്രദ്ധിക്കണേ, ഈ പാസീവ് കമ്പോണന്റ് പാക്കേജ് കാണുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ സൈസ് മനസ്സിലാവും. പാക്കേജിന്റെ നമ്പർ വലുതാവുന്നതിനനുസരിച്ച് സൈസും വലുതാവും, ആപ്ലിക്കേഷനും മാറും. വലിയ പാക്കേജ് നിങ്ങൾ നോക്കും, വലുതും ചെറുതും നിങ്ങൾക്ക് തിരിച്ചറിയാലോടാ, വലുതും ചെറുതും തിരിച്ചറിയാലോ. വലിയ പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സാധനം, ചെറിയ പാക്കേജ് ചെറിയ സാധനം. അപ്പം അൾട്രാ സ്മോൾ ഡിസൈൻ തൊട്ട് അങ്ങ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ വരെ, പവർ ഇലക്ട്രോണിക്കിന്റെ ഹൈ പവർ ആപ്ലിക്കേഷൻ വരെ ഉണ്ട്. അപ്പൊ സൈസ് നമ്മുടെ പാക്കേജിന്റെ വലിപ്പം വലുതാവുന്നതിനനുസരിച്ച്, നമ്പറിന്റെ വെയിറ്റ് വലുതാവുന്നതിനനുസരിച്ച് അതിന്റെ ആപ്ലിക്കേഷനും പവർ കൺസപ്ഷനും അതിന്റെ സൈസും ഡയമെൻഷനും ഒക്കെ മാറ്റം ഉണ്ടാവും. അപ്പൊ 00201 എന്ന് പറയുന്നതും 0402 എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കോമൺ സെൻസിൽ മനസ്സിലാവും എന്താണ് 40402 വലിപ്പം കൂടുതലാണ്, പവർ കൺസപ്ഷൻ കൂടുതലാണ്, അതിന്റെ ഡയമെൻഷനിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഡയമെൻഷൻസ് ഒക്കെ നമ്മൾ അതിന്റെ ഫുട് പ്രിന്റ് അസൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഡയമെൻഷൻസ് ഒക്കെ പ്രീ കൊടുത്തില്ല എങ്കിൽ അവിടെ ഇരിക്കത്തില്ല. ഇനി നിങ്ങൾക്ക് എന്താണ് 020, ശ്രദ്ധിക്കണം മക്കളെ, 0201ന്റെ ഡയമെൻഷൻ ആണ് നിങ്ങൾ പ്രീ ഡിഫൈൻ കൊടുത്തത്, പക്ഷെ അവിടെ വെക്കേണ്ടത് 0402 ആണെന്ന് വിചാരിക്കുക. സോ എങ്കിൽ എന്ത് ചെയ്യണം? ഇനി നമ്മുടെ കയ്യിലാണെങ്കിൽ 10 ഓമിന്റെ 2 റെസിസ്റ്റർ ഉണ്ട്, 10 ഓമിന്റെ 2 റെസിസ്റ്റർ ഉണ്ട്. നമുക്ക് 5 ഓം ആണ് വെക്കേണ്ടത്. നമ്മുടെ കയ്യിൽ 5 ഓം ഇല്ല. നമ്മൾ ഇട്ടിട്ടുള്ള ലീഡ് സ്പേസ് ആണെങ്കിൽ 5 ഓം വെക്കേണ്ട സ്പേസിങ്ങേ ഉള്ളൂ. എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സെയിം പാക്കേജിലുള്ള 10 ഓം എടുക്കുക, അതിന്റെ പാഡ് സൈസ് മാച്ച് ചെയ്യിപ്പിക്കുക, അതേ പോയിന്റിൽ തന്നെ 10 ഓം മുകളിൽ വെച്ച് കൊടുക്കുക. ഇങ്ങനെയുള്ള പൊടി പരിപാടികളുണ്ട്. ഇനി അതുപോലെ തന്നെ 20 ഓം ആക്കണം. 20 ഓം ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു ബോർഡ് സ്ട്രക്ചർ വേണമെങ്കിൽ വെക്കുക. ഇടയ്ക്ക് എന്ത് ചെയ്താൽ മതി, ഒരു ന്യൂട്രൽ ലിങ്ക് കൊടുത്താൽ മതി. സോ ഇവിടെ എന്ത് ചെയ്യുക, 10 ഓം വെക്കുക, ഇവിടെയും 10 ഓം വെക്കുക. ഇങ്ങനെയുള്ള ലൊട്ടിലൊടുക്ക് പരിപാടികളും ചെയ്യാറുണ്ട്. കാരണം എപ്പോഴും നമ്മളിൽ എന്തുണ്ടാവില്ല, എക്സാക്ട് കമ്പൗണ്ട് ഉണ്ടാവില്ല. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഒരു ഡിപ്ലോമക്കാരന്റെ പണി വരുന്ന എപ്പോഴാണ്, ഡിസൈൻ വാലിഡേഷൻ കഴിഞ്ഞ് ടെക്നിക്കൽ ഡയറക്ടർ സർട്ടിഫൈ ചെയ്ത ശേഷം മാത്രമാണ് അവന്റെ പണി വരുന്നത്. അപ്പൊ എല്ലാ ഇൻഡസ്ട്രിയിലും കണ്ടുവരുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വർക്ക് വന്നു കഴിഞ്ഞാൽ ഡിപ്ലോമക്കാരൻ ഒരാഴ്ചത്തേക്ക് റെസ്പോണ്ട് ചെയ്യില്ല. അപ്പൊ അതിനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവന് കൃത്യമായിട്ട് അറിയാം, 5-6 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് അറിയാം, ഇവിടെ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഇന്ന് പറഞ്ഞ കാര്യമല്ല നാളെ പറയണം. ഈ ഇന്നലെ പറഞ്ഞ ഡിസൈനിന്റെ വാലിഡേഷൻ അവർ തന്നെ പറയും, നാളെ പറയുന്ന കാര്യവും അവർ തന്നെ പ്രൂവ് ചെയ്യും. സോ എന്നും കാര്യങ്ങൾ മാറി പറയാനും എങ്ങനെ വീണാലും 4 കാലിൽ നിൽക്കാനും ഇങ്ങനെയുള്ള വലിയ ഓഫീസർമാർക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് ഡിപ്ലോമക്കാർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അവരെന്ത് ചെയ്യും, തുടക്കത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കമ്പൗണ്ട്സിനൊക്കെ ഹീറ്റ് ചെയ്ത് ഇങ്ങനെ ഒരാഴ്ച അങ്ങ് സമയം കളയും. അപ്പോഴേക്കും ഏകദേശം കാര്യങ്ങളൊക്കെ ഒരു തീരുമാനം ഉണ്ടാവും. ഓക്കെ, എന്നിട്ടായിരിക്കും അവർ പണി തുടങ്ങുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് എന്താണ്, ഈ പണി കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ ഇത്തിരി ചാലഞ്ചിങ് ആണ്. നിങ്ങൾ ഈ കാര്യം റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം, പലയിടത്തും ഓവർ ആത്മാർത്ഥതയും ഇത് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ഉത്സാഹവും ഉന്മേഷവും കാരണം ആദ്യം എടുത്തോ പിടിച്ചോ എന്ന് ജഗ പുകയായിട്ട് തുടങ്ങും, പിന്നെ ഇട്ടോണ്ട് വീഴുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. സോ അതുകൊണ്ട് കൂട്ടുകാരെ, ഒന്ന് ഈ കാര്യങ്ങളൊക്കെ നമ്മളൊരു ഡിപ്ലോമ ലെവലിൽ കഴിഞ്ഞിട്ട് നമ്മളൊരു കോളേജിൽ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ലാഗിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ,
പിന്നെ അടുത്ത കാര്യം, ഇതൊക്കെയാണ് പാസീവ് കമ്പോണന്റ് പാക്കേജുകൾ. റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, ഇതെല്ലാം ഈ പാക്കേജിൽ വരും. 0201 പാക്കേജിൽ റെസിസ്റ്ററും കപ്പാസിറ്ററും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എല്ലാ നമ്മുടെ ത്രൂ ഹോളിലുള്ള എല്ലാ സ്റ്റാൻഡേർഡ് വാല്യൂസും മാത്രമല്ല, ഡെസിമൽ വാല്യൂസിലും ഇത് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി ആക്റ്റീവ്, ഇനി ഇത് എവിടെ കിട്ടുമെന്ന് ചോദിക്കും. സാർ ഇത് എവിടെ കിട്ടും? ഇത് തകരപ്പറമ്പ് കിട്ടുമോ, തിരുവനന്തപുരം തകരപ്പറമ്പ് കിട്ടുമോ, നമ്മുടെ കോഴിക്കോട് വയ്യ കിട്ടുമോ? അങ്ങനെ എല്ലാ സ്റ്റോപ്പുകളിലൊന്നും, സ്പെസിഫിക് ആയിട്ടുള്ള ഷോപ്പുകളിലൊക്കെ ഇത് ജനറൽ പർപ്പസ് അല്ലാത്തത് കൊണ്ടും നമുക്കിത് വലിയ യൂസ് ഇല്ലാത്തതുകൊണ്ട്, നമ്മുടെ നാട്ടിലിന്റെ വലിയ ബോർഡുകളൊന്നും അങ്ങനെ അധികം ആരും ചെയ്യാത്തതുകൊണ്ടും, വലിയ ലോക്കൽ മാർക്കറ്റിൽ ഇത് വാങ്ങിച്ചു വെച്ച് ആരും വാങ്ങിക്കാത്തതുകൊണ്ടും ആരും വയ്ക്കാറില്ല. ഇത് കിട്ടുന്ന സൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഒറിജിനൽ എക്വിപ്മെന്റ് മാനുഫാക്ചറേഴ്സ്, OEM സർട്ടിഫൈഡ് ആയിട്ടുള്ള മാനുഫാക്ചേഴ്സ് ഉണ്ട്. അവരുടെ വെൻഡേഴ്സ് നമ്മുടെ ഓൺലൈൻ സൈറ്റുകളിൽ അവൈലബിൾ ആണ്. ഞാൻ പ്രധാനപ്പെട്ട ചില OEM സർട്ടിഫിക്കേഷൻ തരുന്ന ചില ആൾക്കാരുടെ പേരുകൾ എഴുതാം. സോ ഇവരായിരിക്കും നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ഈ പ്രോഡക്റ്റ് എത്തിച്ചു തരും. സോ പാക്കേജിങ് പറഞ്ഞു കൊടുത്താൽ മതി. അവരുടെ സൈറ്റിൽ കയറി മൗസർ ഇലക്ട്രോണിക്സ്, ഡിജിക്കി, എലിമെന്റ്സ് 40, RS കമ്പോണൻസ് തുടങ്ങിയവരൊക്കെയാണ് ഇവിടുത്തെ പോപ്പുലർ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. സോ ഇവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ OEM സർട്ടിഫിക്കറ്റ് ഉള്ളത് കിട്ടും. തകരപ്പറമ്പിൽ പോയി നിങ്ങളൊരു UJT വാങ്ങിച്ചു, തിരുവനന്തപുരത്തുകാരനാണ് ഞാൻ, തിരുവനന്തപുരത്ത് നിന്ന് പോയി ഒരു തകരപ്പറമ്പ് UJT വാങ്ങിച്ചു. അത് 4 മാസം കഴിയുമ്പോൾ അത് പിന്നെ വർക്ക് ചെയ്യുന്ന BJT പോലെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. കാര്യം OEM സർട്ടിഫിക്കറ്റ് ഒന്നും കാണൂല, 30 രൂപ കിട്ടുന്ന സാധനമാണ്. അങ്ങനെ ആധാർ കാർഡും പാൻ കാർഡും ഒന്നും കാണൂല, വാലിഡേഷൻ ഒന്നുമില്ല, അനാഥ ശവമാണത്. UJT ഒരു 3 മാസം കഴിഞ്ഞാൽ പിന്നെ അത് BJT ആയിട്ട് വർക്ക് ചെയ്യും. പക്ഷെ OEM സർട്ടിഫിക്കറ്റ് ഉള്ള സാധനമാണെങ്കിൽ അതിന്റെ ലീഡ് ടൈമിൽ സേഫ് ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ എന്ത് ചെയ്യും, നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിൽ വർക്ക് ചെയ്യും. അതുകൊണ്ട് കൂട്ടുകാരെ, OEM സർട്ടിഫിക്കറ്റ് ഉള്ള കമ്പോണൻസ് ആണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഒക്കെ പർച്ചേസ് ചെയ്യുന്നത്. സോ മൗസർ, ഡിജിക്കി, എലമെന്റ്സ് 14, RS കമ്പനിയും പേരുകളുണ്ട്, ഓർക്കണില്ല. ഇവരൊക്കെയാണ് ഇവിടുത്തെ ജയന്റുകളായിട്ടുള്ള ആൾക്കാർ. സോ ഇവരിൽ പാക്കേജുകൾ അവൈലബിൾ ആണ്. നമുക്ക് വേണ്ട റെസിസ്റ്റർ വാല്യൂ ഉള്ള പാക്കേജ് വാല്യൂസും ഇവര് പിന്നെ ബൾക്ക് ഓർഡർ കൊടുത്താൽ അവരെന്ത് ചെയ്യും, നമുക്ക് വേണ്ട സൈസിൽ റെഡ്യൂസ് ചെയ്ത് തരും. അല്ല സ്റ്റാൻഡേർഡ് വാല്യൂസ് തന്നെ SMD നമ്മൾ ത്രൂ ഹോളിൽ കണ്ടതുപോലെ 1.5K, അത് കഴിഞ്ഞാൽ 1.7K ആണ്, 1.8K ആണെന്ന് തോന്നുന്നു അല്ലെ, 1.8K, അത് കഴിഞ്ഞാൽ 2K, 2.2K, 2.4 അല്ലെ, അങ്ങനെയാണ് പോകുന്നത്. ഇങ്ങനെ നമുക്ക് ഫ്രാക്ഷണൽ വാല്യൂസ് വേണമെങ്കിലും മില്ലി ഓമിൽ വേണമെങ്കിലും ഇവർ ഉണ്ടാക്കി തരും. ഓക്കെ, പക്ഷെ ബൾക്ക് ഓർഡർ വേണം. ബൾക്ക് ഓർഡർ ആണെങ്കിൽ SMD കമ്പോണൻസിന്റെ വില സിംഗിൾ കമ്പോണന്റിനെക്കാളും 1/10 ആയിട്ട് കുറയും. 1/2 രൂപ എന്നുള്ള സാധനം 0.2 പൈസ ആയിട്ട് കുറയും ബൾക്ക് ഓർഡർ ആകുമ്പോഴേക്കും. നിങ്ങൾ 1ഉം 2ഉം ഒക്കെ വാങ്ങിക്കുമ്പോൾ റേറ്റ് കൊണ്ട് കൂടും. അതിനകത്ത് GSTയും കാര്യങ്ങളൊക്കെ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, SMD കമ്പോണൻസ് വെച്ചിട്ട് ഞാൻ ഒരു കാര്യം, എന്റെ ഒരു സ്വന്തം അഭിപ്രായം പറയാം. ഒരു SMD കമ്പോണൻസ് ഉപയോഗിച്ച് ഞാനൊരു ബാൻഡ് പാസ് ഫിൽറ്റർ ഉണ്ടാക്കി. അതുപോലെ ത്രൂ ഹോൾ കമ്പോണൻസ് വെച്ചൊരു ബാൻഡ് പാസ് ഫിൽറ്റർ ഉണ്ടാക്കി. കൊടുത്ത ഉടനെ ബാൻഡ് പാസ് ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് നല്ല രീതിയിൽ കിട്ടുന്നത് എന്റെ അഭിപ്രായത്തിൽ SMD കമ്പോണൻസ് ആണ്. ത്രൂ ഹോളിലാണെങ്കിൽ ഇത്തിരി അനക്കി പുതുക്കി നമ്മൾ ഒന്നുകൂടെ ഒക്കെ ഒന്ന് ട്രബിൾ ഷൂട്ട് ചെയ്ത് ഒരു കമ്പോണൻസ് ഒക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ഒരു പ്രാവശ്യം കൂടെ നമുക്കൊരു എക്സ്പെർട്ട് സ്കില്ലിന്റെ ആവശ്യമുണ്ട്. SMD കമ്പോണൻസിനെ കൊടുത്തോ പിടിച്ചോ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും, ഉറപ്പായിട്ട് ഔട്ട്പുട്ട് കിട്ടും. വർക്ക് ചെയ്യാത്തൊരു കമ്പോണന്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം SMD നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഐ റിപ്പീറ്റ്, വർക്ക് ചെയ്യാത്തൊരു കമ്പോണന്റ് ആണ് എന്റെ കയ്യിൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട് SMD കാണാൻ പറ്റില്ല. സോ ഇനി ആക്റ്റീവ് കമ്പോണന്റ് SOT23 സ്മോൾ ഔട്ട്ലൈൻ ട്രാൻസിസ്റ്റർ, SOT223. അപ്പൊ വലുതായി സൈസ് വലുതാവുന്നതനുസരിച്ച് സൈസ് വലുതാവുന്നതനുസരിച്ച് മനസ്സിലായിക്കൊള്ളണം അതിന്റെ പവർ റിക്വയർമെന്റ് വലുതായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം മനസ്സിലാവണം. സോ ലാർജ് ട്രാൻസിസ്റ്റർ, ഇത് കുറച്ച് മാത്രം എടുത്തിട്ടുള്ളത്. SOT23 തന്നെ ഡയോഡ്, BJT, മോസ്ഫെറ്റ്, എല്ലാവരും ശ്രദ്ധിക്കണേ പ്ലീസ്. SOT223 ലാർജ് ട്രാൻസിസ്റ്റർ പാക്കേജ്, പവർ ട്രാൻസിസ്റ്റർ, വോൾട്ടേജ് റെഗുലേറ്റർ IC ഈ പാക്കേജിൽ തന്നെ അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ SOD ആകുമ്പോൾ ഡയോഡ് പാക്കേജ് ആയി. ഓക്കെ, സോ ഈ പാക്കേജ് ആക്റ്റീവ് പാക്കേജുകളാണ് നമുക്ക് ആക്റ്റീവ് കമ്പോണൻസ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ IC വരുമ്പോൾ എല്ലാത്തിന്റെ കൂടെ ഒരു എന്താ പറയാ, ഒരു അര എന്ന വാക്കോ, അതുപോലെ തന്നെ ഫ്ലാറ്റ് എന്ന വാക്കോ, അല്ലെങ്കിൽ ഡ്യുവൽ ഇൻലൈൻ എന്ന വാക്കോ, അല്ലെങ്കിൽ ഔട്ട്ലൈൻ എന്ന വാക്കോ, ഇതൊക്കെ എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ മനസ്സിലായിക്കൊണ്ട് ഇതെല്ലാ പേരും പഠിച്ചു വെക്കല് ആകെ നമുക്ക് 1 ബിറ്റ് മെമ്മറിയെ നമുക്കുള്ളൂ. ഇതിലെല്ലാ പേരും പഠിച്ചു വെക്കൽ എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ ഈ ഫ്ലാറ്റ് എന്ന വാക്ക്, അതുപോലെ തന്നെ ഈ ലൈൻ എന്ന വാക്ക്, ഔട്ട്ലൈന്, അതുപോലെ തന്നെ എന്താ പറയാ ഈ
ക്വാഡ് എന്ന വാക്ക്, ഇങ്ങനെയുള്ള വാക്കുകൾ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ ഡ്യുവൽ ഇൻലൈൻ എന്നൊക്കെ ഉള്ള വാക്ക്, ഇൻലൈൻ എന്ന വാക്ക്, ഇതൊക്കെ മനസ്സിലായിക്കൊള്ളണം അതൊരു IC പാക്കേജ് ആണെന്നുള്ള കാര്യം ഓർമ്മിക്കണം. സോ SOIC, സ്മോൾ ഔട്ട്ലൈൻ IC. ഓക്കെ, വൈഡ് ആയിട്ടുള്ള ഒരു IC ആയിരിക്കും, നാരോ ബോഡി ആയിരിക്കും. SOICയുടെ പ്രത്യേകത, ബാക്കിയുള്ള ICയിൽ നിന്നുള്ള പ്രത്യേകത വൈഡ് ആയിട്ടുള്ള IC ആണ്. അതിന്റെ ബോഡി ആണെങ്കിലോ ഒരു നാരോ ബോഡിയാണ്, ജനറൽ പർപ്പസ് IC ആണ്. ഇനി TSSOP ഉണ്ട്, അത് തിൻ ഷ്രിങ്ക് സ്മോൾ ഔട്ട്ലൈൻ പാക്കേജ്. ഇപ്പൊ തിൻ ഷ്രിങ്ക് സ്മോൾ ഔട്ട്ലൈൻ പാക്കേജ് ആണെങ്കിലോ സൈസ് ചെറുത്, ഏരിയയിൽ നമുക്ക് ഒരുപാട് ആൾക്കാരെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ QFN, DFN, BGA, അതായത് PBGA, ഇത് അത്യാവശ്യം വേണ്ട കുറച്ച് ആൾക്കാർ മാത്രമാണ്. ഇന്നും ICകൾ ഒരുപാടുണ്ട്, സ്പെഷ്യൽ പർപ്പസ് പാക്കേജുകൾ ഒരുപാട് ആവശ്യമാണ്. സിസ്റ്റം ഓൺ ബോർഡുകളിൽ വരുന്ന സ്പെഷ്യൽ പർപ്പസ് ICകൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ ഓരോ ഇയറിലും പുതിയ പുതിയ പാക്കേജുകൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി അതുപോലെ പവർ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കലായിരുന്നു നമ്മളൊരു പണി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പവർ കൺവെർട്ടറിന്റെ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഒരു സ്വിച്ചിങ് സർക്യൂട്ടിന്റെ ആപ്ലിക്കേഷനൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പവർ റിക്വയർമെന്റ് കൂടിയതെടുക്കണം. മോസ്ഫെറ്റ്, അതുപോലെ തന്നെ മെസ്ഫെറ്റും അതുപോലെ IGBT ഒക്കെ വരുന്ന TO252 പാക്കേജ് ഉണ്ട്, TO263 പാക്കേജ്. സോ ഇതെല്ലാം ഇതിന്റെ പവർ ഇലക്ട്രോണിക്സ് വേർഷൻ ആണ്. ഇതിലെ പ്രധാനപ്പെട്ട ബേസിക് ആയിട്ട് നമുക്ക് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ബേസിക് ആയിട്ടുള്ള 3 എണ്ണമാണ് ഇത്. ഓക്കെ, അതുപോലെ തന്നെ റേഡിയോ ഫ്രീക്വൻസി, നമ്മൾ മെഗാഹെർട്സിന് മുകളിൽ കളിക്കുമ്പോൾ നമുക്ക് സാധാ കമ്പൗണ്ട്സ് പറ്റൂല. എന്താണ്, റേഡിയേഷൻ ഫ്രീ ആയിട്ടുള്ള ഹൈ നോയ്സ് ഇമ്മ്യൂണിറ്റി ഉള്ള പാക്കേജുകൾ വേണം. അതുപോലെ തന്നെ മൈക്രോവേവ് ആപ്ലിക്കേഷനിൽ പോകുമ്പോൾ ഹൈ മൊബിലിറ്റി ഉള്ള, നമ്മൾ ഈ സത്യം പറഞ്ഞാൽ നമ്മൾ RF IC ആവുമ്പോഴും മൈക്രോവേവ് IC ആവുമ്പോഴും നോർമൽ ആയിട്ടുള്ള ഒരു സോളിഡ് സ്റ്റേറ്റ് IC ആവുമ്പോഴും ഇവിടെ എല്ലാം ഒരു ശരിക്കും പറഞ്ഞ ഒരു സെമി കണ്ടക്ടർ ഡിവൈസിന്റെ കംപ്ലീറ്റ് കാര്യം തീരുമാനിക്കുന്നത് അതിനകത്തുള്ള മൊബിലിറ്റിയാണ്, മെറ്റീരിയലിന്റെ മൊബിലിറ്റിയാണ്. ആ മൊബിലിറ്റി മാറുന്നതിനനുസരിച്ച് ഈ ട്രാൻസ്പോർട്ട് ഫാക്ടറും സ്പീഡും ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പും ഒക്കെ മാറും. സോ മൈക്രോവേവിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ആ മൊബിലിറ്റി കൂടിയ നല്ല അയോൺ ഇംപ്ലാന്റേഷനും എപ്പിടാക്സിയും ഒക്കെ ചെയ്ത് സുപ്പീരിയർ ആയിട്ടുള്ള ക്വാളിറ്റീസ് ഉള്ള ഒരു വൈഡ് ടെമ്പറേച്ചർ റേഞ്ചിൽ കണ്ടക്ടിവിറ്റി കോൺസ്റ്റന്റ് ആയിട്ടുള്ള, ഐ റിപ്പീറ്റ്, നമ്മൾ ശരിക്കും ഡോപ്പിങ്ങിനോട് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി കൂട്ടുന്നൊക്കെ പറയുന്നത്, ശരിക്കും ഡോപ്പിങ്ങിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ, ഒരു വൈഡ് ടെമ്പറേച്ചർ റേഞ്ചിൽ കണ്ടക്ടിവിറ്റി കൂട്ടിരുന്നോട്ടെ, നമുക്ക് എന്ത് ചെയ്യണം, കണ്ടക്ടിവിറ്റി മാറിക്കളിക്കാൻ പാടില്ല. ഒരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിൽ എക്സ്ട്രൻസിക് റീജിയൻ എന്തായിരിക്കണം, ആ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യണം, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. സോ അങ്ങനെയുള്ള ഹൈ സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള ഹയർ അയൺ ഇംപ്ലിന്റേഷൻ പ്രോസസ്സും എപ്പിടാക്സിയും ഒക്കെ നമ്മൾ ചെയ്ത് എടുത്ത പ്രോഡക്റ്റുകളാണ് ഈ പാക്കേജിനകത്ത് വരുന്നത്. ഇതിലൂടെ മാറുന്നത് മൊബിലിറ്റി മാത്രം. ഈ സ്പീഡ് മാറി, ലോ സ്പീഡ് സർക്യൂട്ട്, ഹൈ സ്പീഡ് സർക്യൂട്ട് കേൾക്കുമ്പോൾ മനസ്സിലായിക്കൊള്ളണം അവിടെയുള്ള ICയുടെ മൊബിലിറ്റി മാറി. മൊബിലിറ്റി മാറിക്കഴിഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പിലൊക്കെ വ്യത്യാസങ്ങൾ വരും. സോ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ഫ്ലിപ്പ് ചിപ്പ് എന്നൊരു സാധനമുണ്ട്. ഫ്ലിപ്പ് ചിപ്പ് ഒക്കെയാണ് നമ്മുടെ ഇന്റലിന്റെ ICകളിലൊക്കെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ICയിൽ തന്നെ പ്രോഗ്രാമബിൾ ടൈപ്പ് ഉണ്ട്, ലൈറ്റ് അടിച്ച് പ്രോഗ്രാം ചെയ്യുന്നത്, ലൈറ്റ് അടിച്ച് ഇറേസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഈ ബാർകോഡ് സ്കാൻ ചെയ്ത് IC എനേബിൾ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ടെക്നോളജികൾ ഇന്നത്തെ IC പാക്കേജുകളിലുണ്ട്. അതായത് ആ ബാർകോഡ് കീറി നമ്മൾ സ്കാൻ ചെയ്താൽ മാത്രമേ IC എന്താകത്തുള്ളൂ, എനേബിൾ ആകത്തുള്ളൂ. അത്തരം ICകൾ വരെ ഉണ്ട്. ഇനി വരാൻ പോകുന്ന IC ടച്ച് ടൈപ്പിലുള്ള ICകൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ബോഡി കൊണ്ട് ടച്ച് ചെയ്ത് മാത്രമേ അതിനെ എനേബിൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ICകൾ വരെ വരാൻ പോകുന്നു. സോ ഫ്രണ്ട്സ്, ഇനി നമുക്ക് നോക്കേണ്ടത് സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മളിനി നോക്കാൻ പോകുന്നത് റെസിസ്റ്റേഴ്സിനെ കുറിച്ചാണ്. ഒരു റെസിസ്റ്റർ നമുക്ക് നമ്മുടെ ത്രൂ ഹോളിലൊക്കെ 0 ohm എന്നൊക്കെ വാല്യൂ ഒന്നും കാണാൻ കിട്ടൂല, പക്ഷെ ഇവിടെ 0 ohm തൊട്ടേ ഉണ്ട്. സോ നമ്മുടെ ജമ്പർ ആപ്ലിക്കേഷൻ ഒക്കെ നമുക്ക് വയ്ക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ അനലോഗ് ഗ്രൗണ്ടും ഡിജിറ്റൽ ഗ്രൗണ്ടും ഒക്കെ ബാലൻസ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ജമ്പറുകൾ വയ്ക്കാം. സോ അവിടെയൊക്കെ നമുക്ക് ഈ ഒരു 0 ohm റെസിസ്റ്ററിന്റെ എഫക്ട് കാണാൻ പറ്റും. സോ ഈ ഇത് കാണുമ്പോൾ നോക്കടാ, സോറി കേട്ടോ, അറിയാതെ ഇങ്ങനെ നാവിൽ വന്നു പോകുന്നതാണ്, സോ ക്ഷമിക്കണം എല്ലാവരും. സോ ജമ്പർ എന്ന് പറയുമ്പോൾ ഈ 0 എന്ന് കാണുമ്പോൾ 0 എന്ന് കണ്ടാലോ 0 എന്ന് മൾട്ടിപ്പിൾ സീറോസ് വന്നാൽ ഇതെല്ലാം ജമ്പർ ആണ്, 0 ലിങ്ക് ആണ്, 0 ohmic ലിങ്ക് ആണ് ഉള്ളത്. ഇനി റെസിസ്റ്റർ വാല്യൂ, ഇത് മുകളിൽ തന്നെ നമ്പർ കാണും 223. അപ്പൊ നിങ്ങൾ പഴയതുപോലെ ആദ്യത്തെ 2 നമ്പർ റെസിസ്റ്റൻസ് വാല്യൂ ആയിരിക്കും, തേർഡ് നമ്പർ മൾട്ടിപ്ലർ ആയിരിക്കും. അപ്പൊ 223 22K ആണ്. ഇനി 4R7, അപ്പൊ R എവിടെയാണോ ലെറ്റർ ഉള്ളത് അവിടെ എന്താണ് ഒരു കുത്തിട്ട് കൊടുക്കണം. 4R7, R എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓമിക് റേഞ്ചിലുള്ള വാല്യൂ ആണ്. 4R7 4.7. ഇനി 8202, ആദ്യത്തെ 3 ലെറ്റർ എന്ത് ചെയ്യണം കൂട്ടുകാരെ, ആദ്യത്തെ 3 ലെറ്റർ എന്തിനാണ് ഇപ്പോൾ റെസിസ്റ്റൻസ് വാല്യൂയും ലാസ്റ്റ് 2 അതിന്റെ മൾട്ടിപ്ലയറുമാണ്. അപ്പം
820 × 10², അതായത് 82 കിലോ ഓം ആണ് വരുന്നത്. അപ്പൊ 4 കളർ കോഡിലുള്ളത് പോലെ ഇവിടെ 4 ഡിജിറ്റ് റെസിസ്റ്റർ. ഇനി 0R22. അപ്പൊ എവിടെയാണോ നമ്മുടെ ന്യൂമറിക്കൽ നമ്പർ വന്നത്, നമ്മുടെ ലെറ്റർ വന്നത്, അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡെസിമൽ ഇട്ട് കൊടുക്കണം. 0.22 ഓം. അപ്പൊ ഈ ന്യൂട്രൽ ലിങ്ക് 0 ഓമിലും ഉണ്ട്, 000 ഉണ്ട്. സോ ഈ സീറോയുടെ വാല്യൂ കൂടുന്നതനുസരിച്ച് ശ്രദ്ധിക്കണം. ഈ സീറോ വാല്യൂയുടെ കൂടുന്നതനുസരിച്ച് നിങ്ങൾ മൾട്ടിമീറ്റർ എടുത്തിട്ട് നമ്മളതിന്റെ കണ്ടിന്യൂ ടെസ്റ്റ് ചെയ്യുമ്പോൾ ബീപ്പ് അടിക്കൂല. സീറോയുടെ അളവ് കൂടുന്നതനുസരിച്ച് ബീപ്പിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു പോകും. ഓക്കെ, സീറോയുടെ അളവ് എണ്ണം കൂടുന്നതനുസരിച്ച് ബീപ്പ് അടിക്കുമ്പോൾ നമ്മൾ കണ്ടിന്യൂറ്റി മോഡിൽ മൾട്ടിമീറ്റർ എടുക്കുന്നു, നമ്മൾ കണക്ട് ചെയ്യുന്നു, ആ ബീപ്പിന്റെ എഫക്ട്, ആ സൗണ്ട് കുറഞ്ഞു വരും. ഇത് നോക്കടാ, ഈ 3K3. അപ്പൊ 3K കാണുമ്പോൾ മനസ്സിലാക്കണം അത് കിലോ ഓം ആണ്. എവിടെയാണോ ലെറ്റർ ഉള്ളത് അവിടെ എന്ത് ചെയ്യണം, ഒരു പള്ളയ്ക്ക് ഒരു കുത്തിട്ട് കൊടുക്കണം. 3.3 കിലോ. ഓക്കെ, 3 അടുത്ത് M33. അതെന്താണ്? 0.33 മെഗാ. 33 മെഗാ. എവിടെയാണോ ലെറ്റർ ഉള്ളത് അവിടെ കുത്തിട്ട് കൊടുക്കുക. സോ 0.33 മെഗാ. ഇനി 30R9. സോ അത് ഓം. R എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാവണം ഓം റേഞ്ച് ആണ്. കുറച്ചു നേരത്തെ ഞാൻ പറഞ്ഞുള്ളൂ 0R22 കണ്ട. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓം റേഞ്ച് ആണ്. R എന്ന് പറഞ്ഞാൽ ഓം റേഞ്ച് ആണ്. സോ 30.9 ഓം. ഓക്കെ, അതുപോലെ ഇനിയുള്ളത് അണ്ടർലൈൻ ആണ്. ഈ അണ്ടർലൈൻ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവണം, ആ അണ്ടർലൈൻ വരുന്നതിന് തൊട്ട് മുമ്പാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കുത്തിടേണ്ടത്. ഓക്കെ, അപ്പൊ 1 2_22. അപ്പൊ 1 കഴിയുന്നു, 2-ന് തൊട്ട് മുമ്പായിട്ടൊരു കുത്തിടുന്നു, പിന്നെ ആ 2 എഴുതുന്നു. ഈ അണ്ടർസ്കോർ വരുന്നതൊക്കെ കിലോ ഓം ആയിരിക്കും. ഓക്കെ, ഇനി 5L00. ഇത് മില്ലി ഓമിന്റെ റെപ്രസെന്റേഷൻ ആണ്. മില്ലിയിൽ 2 L ഉണ്ടല്ലോ, ആ L ഓർമ്മിച്ചാൽ. ലൂസിഫറിലെ L അല്ല, മില്ലിയിലെ 2 L ആണ്. സോ 5L00. 5 മില്ലി ഓംസ് ആണ് എന്റെ പേര്. ഇനി 079. അപ്പം നോക്കി അണ്ടർസ്കോർ കൊടുക്കണ്ടോ, അപ്പൊ എന്ത് ചെയ്യണം, അണ്ടർസ്കോറിന് തൊട്ട് മുമ്പ് ഇട്ട് കൊടുക്കണം. അപ്പൊ 079, അതിന് തൊട്ട് മുമ്പ് 079 ഓംസ് ആയി. ഓക്കെ, എവിടെയാണോ അണ്ടർസ്കോർ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് തൊട്ട് മുമ്പ് എന്ത് ചെയ്യണം, നിങ്ങൾ ഇട്ട് കൊടുക്കണം. ഓക്കെ, 2002 എന്ത് ചെയ്യണം, ഫസ്റ്റ് 3 ഡിജിറ്റ് അതുപോലെ എഴുതണം, പിന്നെ 10² എഴുതണം, പിന്നെ ഓം ഇട്ട് കൊടുക്കണം. അതായത് ഒരു 20 കിലോ ഓം ആണ് ഈ കിടക്കുന്നത്. ഓക്കെ, സോ ഫ്രണ്ട്സ്, ഇപ്പൊ ഇത്രയും കണ്ടത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള JEDIC സ്റ്റാൻഡേർഡ് ഉള്ള കമ്പോണൻസ് ആണ്. ഇനി പറയാൻ പോകുന്ന EIA സ്റ്റാൻഡേർഡ്. EIA സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഈ റെസിസ്റ്ററിന്റെ വാല്യൂന്റെ പുറത്ത് ഒരു ലെറ്ററും കൂടെ കാണും, 29D. ഓക്കെ, അത് 06Y. അപ്പൊ ഈ 29D എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ കോഡിൽ ഇത് കാണുന്ന SMD കോഡാണ് കൂട്ടുകാരെ. ഈ 29D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 29 നോക്കുക. ഈ EIA 96, ഒരു സെക്കൻഡ് ഞാൻ പെൻ എടുത്തോട്ടെ. EIA 96-ല് 26 എന്ന് പറഞ്ഞാൽ നോക്കടാ 182 ആണ്. ഇനി D ഉണ്ട്. D എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള മൾട്ടിപ്ലയർ ആണ്. അതായത് 10⁻3 അതായത് 182 കിലോ ഓം ആണ് കിടക്കുന്നത്. ഓക്കെ, D എന്ന് പറഞ്ഞാൽ 3 സീറോസ് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യണം. സോ 10⁻3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 29D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 29 കിലോ ഓം. ഓക്കെ, സോറി 29 എന്ന് പറഞ്ഞാൽ 29D ആണ് അല്ലെ. ഇപ്പൊ 29 എന്ന് പറയുമ്പോൾ അല്ല, ലെറ്ററിൽ നോക്കിയാൽ 29 196 ഉണ്ട്. 29 കറസ്പോണ്ടിങ് ആയിട്ടുള്ള 196. D എന്ന് പറയുന്നത് 10⁻3. അപ്പോ 196 കിലോ. ഓക്കെ, എല്ലാവരും ഉഷാറാവണം. ഇത് അത്യാവശ്യം അറിയേണ്ട കാര്യമാണ് പ്ലീസ്. നമുക്ക് റെസിസ്റ്ററിന് മാത്രമേ ഇങ്ങനെയുള്ള കലാപരിപാടികൾ ചെയ്ത് സന്തോഷിക്കാൻ പറ്റൂ. കപ്പാസിറ്റർ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ സന്തോഷിക്കാൻ പറ്റൂല. അതിന് പൊടിക്കൈകളുണ്ട്, പറഞ്ഞുതരാം. 06Y 06 ആണെങ്കിൽ 113 ആണ് എന്റെ കോഡ്. നോക്കടാ, 06 എന്ന് പറയുമ്പോൾ 113. ഓക്കെ, Y എന്ന് പറയുമ്പോഴോ, Y എന്ന് പറയുമ്പോൾ ഇതിനകത്തില്ല. ഓക്കെ, Y എന്ന് പറയുമ്പോൾ ABCDEF വരെ ഉള്ളൂ അല്ലെ, അതിനകത്തില്ല. സോ YO XO വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം, YO XO വന്നു കഴിഞ്ഞാൽ Y ആണെങ്കിൽ 10⁻2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഐ റിപ്പീറ്റ്, ഇതിനകത്തില്ലാന്നോ Y ഉണ്ട്. R or Y നടക്കുന്നു. R or Y വന്നു കഴിഞ്ഞാൽ 10⁻2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. X വന്നു കഴിഞ്ഞാൽ 10⁻1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, RO YO വന്നു കഴിഞ്ഞാൽ 10⁻2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. SO X വന്നു കഴിഞ്ഞാൽ 10⁻2. ഇതൊന്നും കാണാൻ പഠിക്കേണ്ട, എല്ലാം നെറ്റിലുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നോക്കിയെടുത്താൽ മാത്രം മതി. ഇതൊക്കെ കാണാൻ പഠിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങൾ വെച്ച്. അതിൽ 92Z 92 എന്ന് പറയുന്നത് എത്രയാണ് സഹോദരന്മാരെ? 92 എന്ന് പറയുമ്പോൾ എത്ര വരും? 887. ഓക്കെ, എന്നെടുത്തോട്ടെ. 92 എന്ന് പറയുമ്പോൾ 887. Z എന്ന് പറയുമ്പോഴോ ABCDEF
ഇതിനകത്തില്ല, ഇസഡ് എന്ന് ഇടണ്ട, 887 ഓമാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് കപ്പാസിറ്റർ വാല്യൂസ് ആണ്. ശരിക്കും ഇതെല്ലാം വരുന്നത് ഒരു റോളിലാണ് വരുന്നത്. ഞാൻ റോളിന്റെ പടം നമ്മളെന്താ പറയാ, ഒരു വീലുണ്ടാവും. ശ്രദ്ധിക്കണം, ഒരു വീലുണ്ടാവും. ഈ വീലിന് ചുറ്റുമാണ് ഇത് ഇങ്ങനെ ചുറ്റി വയ്ക്കുന്നത്. ഈ വീല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മെഷീനകത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ വീലിന്റെ ഡയമീറ്റർ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യുന്ന, ഇങ്ങനെ നീട്ടി ഇങ്ങനെ വലിച്ചെടുക്കാം. നമ്മുടെ പഴയ ടേപ്പ് റെക്കോർഡറിൽ നമ്മള് കാസറ്റ് നമ്മൾ ചുറ്റി വെക്കും പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കമ്പോണൻസിന്റെ ഓയിൽസ് ഇങ്ങനെ വെക്കാൻ പറ്റും. ഇതിന്റെ പ്രൊഡക്ഷൻ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമേഷനിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിന്റെ പ്രൊഡക്ഷനൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ, ഇങ്ങനെ ഒരു ലെങ്തി സ്ട്രക്ചറിൽ കോട്ടിംഗ് ഒക്കെ ചെയ്താണ് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ പൊളിച്ച് വെളിയിലെടുക്കാം. ഇതൊരു കോയിലാണ് അടഞ്ഞു വരുന്നത്. ഓക്കെ, സോ ഇതാണ് ഒരു ചെറിയ സ്ട്രക്ചർ. ഇതിന്റെ ഒരു വലിയ വീലിലാണ് ഇത് വരുന്നത്. ഓക്കെ, ഇതൊരു റെസിസ്റ്ററിന്റെ സ്ട്രക്ചറാണ്. ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, പൊട്ടിച്ചെടുക്കാം. ഓക്കെ, ഇനി കപ്പാസിറ്ററിൽ അങ്ങനെ പേരും ഊരും അഡ്രസ്സും ഒന്നും എഴുതി വെക്കൂല അവര്. കപ്പാസിറ്ററിൽ ഇങ്ങനെ പേരും കാര്യങ്ങളൊന്നും എഴുതി വെക്കൂല, നമ്പറിങ്ങും കാണൂല. അതിന്റെ പാക്കേജിനകത്തുനിന്ന് പൊട്ടിച്ച് വെളിയിലിട്ട് 5-6 കപ്പാസിറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയി കഴിഞ്ഞാൽ മാനുവലായിട്ട്, ഐ റിപ്പീറ്റ്, മാനുവലായിട്ട് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാണ്. അതുകൊണ്ട് ഒരു ഡിവൈസ് ഉണ്ട്, സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയാം ആ ഡിവൈസ്. നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കഴിഞ്ഞ് കാണാം. സോ കപ്പാസിറ്റർ വാല്യൂസ് ഒരു 5-6 മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എനിക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതിന് പേരും അതൊന്നുമില്ല. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഈ ബോൾ ഇതിലെടുത്ത് വെക്കുമ്പോൾ ഇതിനൊരു കളറുണ്ട്. ഒരു കരിപ്പട്ടിയുടെ കളറാണെങ്കിൽ നമുക്കത് പറയാം, ഒരു മൈക്രോ ഫാരഡ് റേഞ്ച്. ഒരു കരിപ്പട്ടിയുടെ കളറിലൊക്കെ വരികയാണെങ്കിൽ ഒരു മൈക്രോ ഫാരഡ്. ഇനിയാണെങ്കിൽ ഒരു എന്താണ്, കുറച്ചുകൂടെ ഒരു ഷെയ്ഡ് ഉള്ളതാണെങ്കിൽ നാനോ ഫാരഡ്. ഒരു വാനില കളറൊക്കെ ആണെങ്കിൽ പൈക്കോ ഫാരഡ്. ഓക്കെ, സോ ഇത് കളർ വെച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറെയൊക്കെ പിടിക്കാൻ പറ്റും. ഇത് മൈക്രോ ആണോ, നാനോ ഫാരഡ് ആണോ, പൈക്കോ ഫാരഡ് ആണോ എന്നുള്ള കാര്യം. ക്രീം കളറൊക്കെ ആണെങ്കിൽ നാനോ ഫാരഡ്, പിന്നെ ഒരു കരിപ്പട്ടിയോ അതിന്റെ ഓറഞ്ച് ഷെയ്ഡൊക്കെ ആണെങ്കിൽ മൈക്രോ ഫാരഡ്, പൈക്കോ ഫാരഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരു വൈറ്റ്. ഓക്കെ, പിന്നെ SMDയുടെ ഇലക്ട്രോലൈറ്റിക് ഉണ്ട്. അതിനകത്താണെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, എന്റെ വോൾട്ടേജ് റേറ്റിംഗും എന്റെ വാല്യൂ എല്ലാം എഴുതിയിട്ടുണ്ടാവും. മൈക്രോ ഫാരഡിലൊക്കെയാണ് അത് വരുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് എന്റെ നോർമൽ ആയിട്ടുള്ള സംഭവം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്മാർട്ട് യൂസർ എന്നൊരു സാധനമുണ്ട്. ഈ സ്മാർട്ട് യൂസർ ഇങ്ങനെ ഉണ്ടിരിക്കുന്നത്. ഈ സ്മാർട്ട് യൂസറിനകത്ത് നമുക്ക് മോഡ് സെലക്ട് ചെയ്യാം. റെസിസ്റ്റർ വേണോ, കപ്പാസിറ്റർ വേണോ, ഇൻഡക്ടർ വേണോ. 2 ലീഡ്സേ പാടുള്ളൂ. ആ ലീഡിന് അക്രോസ് ഉള്ള കപ്പാസിറ്റൻസ് മെഷർ ചെയ്യും. അപ്പൊ കപ്പാസിറ്റർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആക്യുറേറ്റ് ആയിട്ട് കാണാൻ പറ്റും. ഇനി ലീഡിനകത്ത് ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ വാല്യൂസ് ഒന്നും PF, NF ഇതിങ്ങനെ വാല്യൂ കാണിക്കുന്നുണ്ട്. PF, NF തുള്ളി കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഓപ്പൺ സർക്യൂട്ട് ആയിട്ടാണ് അർത്ഥം. ഇത് കാണിക്കുന്ന സമയത്ത് PF, NF മാറിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ അത് ഓപ്പൺ സർക്യൂട്ട് ആണ് അർത്ഥം. ഈ സ്മാർട്ട് യൂസർ ആണെങ്കിൽ ചാർജ് ചെയ്യാതെ നമ്മൾ ഇട്ടിരിക്കുകയാണെങ്കിൽ, റെഗുലർ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ചാർജ് ചെയ്ത് നമ്മൾ തന്നെ ഉപയോഗിക്കുന്നത്. ബാറ്ററി ആണുള്ളത്, ഒരു ബാറ്ററി ഓപ്പറേറ്റഡ് സിസ്റ്റം ആണ്. ഇത്തിരി വിലയുണ്ട്. സ്മാർട്ട് യൂസറിന് ഏകദേശം 12,000 റുപ്പീസ് അടുപ്പിച്ച് വിലയുണ്ട്. ഓക്കെ, ഇത് നമുക്ക് വലിയൊരു ഗുണമാണ്. എപ്പോഴെങ്കിലും നമ്മൾ ഡിസൈൻ ചെയ്ത് നമ്മളെ ബോർഡിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ഒരു ഒപ്പാമ്പിന് ഫീഡ്ബാക്ക് ആയിട്ട് ഒരു 220 മൈക്രോ ഫാരഡോ എന്തെങ്കിലും ഒരു കപ്പാസിറ്റർ എന്തെങ്കിലും നമുക്ക് വേണ്ടി വന്നു. പക്ഷെ ഇളകി തെറിച്ചു പോയി, കുറെ എണ്ണത്തിന്റെ കൂടെ കിടപ്പുണ്ട്. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഈ സ്മാർട്ട് യൂസർ നമ്മളെ സഹായിക്കും. ഓക്കെ, ഇത് വലിയൊരു ഗുണമാണ് ഈ സാധനം. ഇനി അതുപോലെ തന്നെ ഇൻഡക്ടേഴ്സിന്റെ എണ്ണം നമ്മൾ വലുതായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാറില്ല. പവർ ഇലക്ട്രോണിക് ബോർഡുകളിൽ മാത്രമാണ്, വലിയ പവർ റിക്വയർമെന്റ് ഉള്ള പവർ ഹാൻഡ്ലിംഗ് ബോർഡുകളിലാണ് ഈ ഇൻഡക്ടർ ഉള്ളത്. ഈ ഇൻഡക്ടറിനകത്താണെങ്കിൽ ഒരു കളർ കോഡിംഗ് പാക്കേജ് ആണ് എന്താ വെച്ചിട്ടുള്ളത്. 3 ഡോട്ട് ഉള്ളതുണ്ടാവും, സിംഗിൾ ഡോട്ട് ഉണ്ടാവും. സിംഗിൾ ഡോട്ട് ആണെങ്കിൽ അതിന് വേറൊരു മെത്തേഡാണ്. 3 കളർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്തുള്ള സ്റ്റാൻഡേർഡ് കളർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കളറിനെ ഫിക്സ് ചെയ്യണം. ഇതിനകത്ത് ആദ്യം ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ. സോ ആദ്യം വരുന്ന ഒരു കളർ ഉണ്ടോ എന്ന് നോക്കുക. അതിനകത്ത് റെഡ്, ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. സോ ഏതെങ്കിലും ഒരു കളർ ഫിക്സ് ചെയ്ത് സ്റ്റാൻഡേർഡ് കളർ ഏതാണോ ലീഡിന് നേരെ വരുന്നത് അവിടെ നിന്ന് ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. അവിടെ നിന്ന് ക്ലോക്ക് വൈസ്. ഇനി റേഡിയോ ഫ്രീക്വൻസിയിൽ ഇങ്ങനെ 3 ഡോട്ട് ഉണ്ടാവും, ചില സിംഗിൾ ഡോട്ട് ഉണ്ടാവും. ആ സിംഗിൾ ഡോട്ടിന്റെ കളറിന്റെ വാല്യൂ വിത്ത് നാനോ ഹെൻറി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ ആയി. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്മാർട്ട് യൂസർ വെച്ച് മെഷർ ചെയ്യാൻ പറ്റും. സ്മാർട്ട് യൂസർ ഒരു അരിയുടെ വലിപ്പം മാത്രമേ കാണത്തുള്ളൂ. ചെറിയൊരു അരിയുടെ വലിപ്പം മാത്രമേ ഇതിനൊക്കെ കാണത്തുള്ളൂ. ഒരു അരിമണിയുടെ വലിപ്പം, അരിമണിയുടെ വലിപ്പം മാത്രമേ ഇതിനൊക്കെ കാണത്തുള്ളൂ. ഇനി കൂട്ടുകാരെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
നമുക്ക് ഒരു കമ്പോണന്റ് കിട്ടി, അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ ഒരു വഴിയുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക, എസ് മാനുവൽസ് എന്ന് ടൈപ്പ് ചെയ്യുക, smanuals.com. അതിനകത്ത് മാർക്കിംഗ് SMD കമ്പോണൻസ് സെലക്ട് ചെയ്യുക. ഇനിയാണ് നോക്കുക, ഡേറ്റ ഷീറ്റ് ഉണ്ട്, നമ്മുടെ SMD കമ്പോണൻസ് ഉണ്ട്, മാർക്കിംഗ് SMD എന്നുള്ള സാധനം സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് അതിന്റെ മുകളിൽ ഏതൊരു കോഡാണോ ഉള്ളത് ആ കോഡ്, അതിന് പറയുന്ന പേരാണ് SMD കോഡ്. ഇപ്പൊ ഞാൻ എടുക്കാൻ പോകുന്ന കോഡ് 70. ഒരു കോഡ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നോക്കടാ, ഇപ്പൊ നമുക്ക് 3A എന്നുള്ള കോഡാണ് ഉള്ളതെന്ന് ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ 3B എന്നുള്ള കോഡ്. ആ 3B എന്ന കോഡാണ് കാണാൻ പറ്റുന്നത്. എന്തെങ്കിലും ഒരു കോഡ് നമുക്ക് കാണാം. റെസിസ്റ്ററിലൊക്കെ ചിലതിൽ കോഡ് കാണാൻ പറ്റും, ചില ട്രാൻസിസ്റ്ററിലും കോഡ് മുകളിൽ എഴുതിയിട്ടുണ്ടാവും, ട്രാൻസിസ്റ്ററിലൊക്കെ കോഡ് മുകളിൽ എഴുതിയിട്ടുണ്ടാവും. ആ കോഡ് എടുത്തിട്ട് നമുക്ക് നോക്കാം. 3Bയിൽ തന്നെ പല പാക്കേജുകളുണ്ട്, ഇവിടെ കാണാൻ പറ്റും. അല്ല ഏതെങ്കിലും ഒരു സെക്കൻഡ്, അത് പോയി, വീഡിയോ സ്പീഡ് കൂടിപ്പോയി. ഒരു സെക്കൻഡ്, ഞാൻ ഒന്നുകൂടെ ഇടാം. ഞാൻ പറയുന്നില്ല, ആദ്യം നിങ്ങളിത് കാണുക, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, സംസാരിക്കാം. അതായത് ഒന്ന് കൺട്രോളിങ്. ഒരു പ്രാവശ്യം എസ് മാനുവൽസിൽ കയറി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇതുപോലെ വേറെ സൈറ്റുകളുണ്ട്, ഈ ഡിജിക്കിക്കും മൗസറിലും എല്ലാം ഇതുപോലത്തെ സംഭവങ്ങളുണ്ട്. പക്ഷേ എസ് മാനുവൽസ് ആണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉള്ളത്. ആ ഏറ്റവും പെട്ടെന്ന് അപ്ഡേറ്റ് ആവുന്നതും പഴയ ഡേറ്റാ ഷീറ്റുകൾ ഉൾപ്പെടെ കിട്ടുന്ന സൈറ്റാണ് smanuals.com. എല്ലാ ഡിപ്ലോമക്കാരും ഇതിൽ ഈ ഒരു സൈറ്റ് ഫെമിലിയർ ആയിരിക്കും. ഇപ്പൊ നമുക്ക് 3A ആണ് വേണ്ടതെങ്കിൽ 3യുടെ നേരെ A സെലക്ട് ചെയ്യുക. അപ്പം നമുക്കത് കിട്ടും, 3A കിട്ടും, 3B കിട്ടും. ആ ഒരു മെട്രിക്സ് ടൈപ്പിൽ മൂവ് ചെയ്യുക. അപ്പൊ 3Bയുടെ SMD കോഡാണ്. SMD കോഡിൽ പല പാക്കേജുകളുണ്ട്. ആ പാക്കേജ് നേരെ മാനുഫാക്ചർ, അതിന്റെ ടൈപ്പ്, അതിന്റെ ഡേറ്റാ ഷീറ്റ്, കംപ്ലീറ്റ് ജാതകവും നമുക്ക് അവിടെ നിന്ന് കിട്ടും എസ് മാനുവൽസിനകത്ത്. അതിന്റെ എല്ലാ സംഭവം വന്നു, എല്ലാം അവൈലബിൾ, എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ തിരക്കി കണ്ടുപിടിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. എല്ലാത്തിനും വേണ്ടത് ഒരു താല്പര്യവും ഉത്സാഹവും മാത്രം. പാക്കേജ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന്റെ കറണ്ട് റേറ്റിംഗ്, വോൾട്ടേജ് റേറ്റിംഗ്, വിവിധ ഇൻപുട്ട് വോൾട്ടേജുകളിലും കറണ്ടിലുള്ള കണ്ടീഷൻ, ടെമ്പറേച്ചർ കൂടുമ്പോഴും കുറയുമ്പോഴുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ പവർ ഡിസിപ്പേഷൻ ക്യാരക്ടറിസ്റ്റിക്സ്, സേഫ് ഓപ്പറേറ്റിംഗ് ഏരിയ, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് www.smanuals.com കാണാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഏകദേശം ഒരു SMD യെ കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. SMD കമ്പോണൻസിനെ കുറിച്ചും അതിന്റെ ഒരു ഒന്നും അറിയാത്ത ഒരാളിന് എല്ലാം ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഇതിനകത്തുള്ള ലീഡ് ഇല്ല, ലീഡ് ഉണ്ട് എന്നൊക്കെ ഉള്ള കാര്യം. ചില SMDക്ക് ലീഡ് ഉണ്ട്, ചില SMD ലീഡ് ഇല്ല. ഇത് ഇച്ചിരി പണിയുള്ള കാര്യമാണ്. നമ്മുടെ ട്രാൻസിസ്റ്റേഴ്സിനകത്ത് ആണെങ്കിൽ പല ടൈപ്പിലുള്ള ലീഡുകൾ വരാറുണ്ട്. അതുപോലെ തന്നെ പ്രോസസ്സറുകളിൽ 90-99% പ്രോസസ്സർ ബോർഡുകളെല്ലാം ലീഡ് ലെസ് ആയിട്ടാണ് വരുന്നത്, പിൻലെസ് അല്ലെങ്കിൽ ലീഡ് ലെസ് ആയിട്ടാണ് വരുന്നത്. ഇത് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് അവിടെ വെക്കേണ്ട സോൾഡറിങ് ജോയിന്റും സോൾഡറിങ് എമൗണ്ടും എത്രയാണ്? പിന്നിന്റെ അളവ് കുറയുന്നതനുസരിച്ച് സോൾഡർ ജോയിന്റിന്റെ വലിപ്പം കൂടും. പിന്നിന്റെ വലിപ്പം കുറയുന്നതനുസരിച്ച് സോൾഡർ ജോയിന്റിന്റെ വലിപ്പം കൂടും. കാരണം സോൾഡർ ജോയിന്റ് ഇച്ചിരി കൂട്ടിയിടാനാണ് ISROക്കാർ പറയണത്. കാരണം വൈബ്രേഷൻ ടെസ്റ്റിന് പോവും. JSS പെന്റാ 5 സ്റ്റാൻഡേർഡിലുള്ള വൈബ്രേഷൻ ചെയ്തു നോക്കുമ്പോൾ കമ്പോണന്റുകളൊക്കെ തെക്കും വടക്കും ഇളകി തെറിക്കുന്ന കാണാം. സോ ഫ്രണ്ട്സ്, അപ്പൊ പിൻ ലെസ്സിലാണെങ്കിൽ ഇത്തിരി സോൾഡറിങ് ജോയിന്റ് കൂടുതൽ ഇടണം. അതുപോലെ തന്നെ ഫ്ലക്സ് അപ്ലൈ ചെയ്യണം. മറ്റിടത്തൊക്കെ ഫ്ലക്സ് ഇത്തിരി ഇട്ടില്ലേലും സാരമില്ല, ഓക്സിഡേഷനും കാര്യങ്ങളൊന്നും അത്രയും നമ്മളെ അഫക്ട് ചെയ്യില്ല. സോ ഇതുപോലെ ഗൾ വിങ് പിന്നൊരു സാധനമുണ്ട്. അതായത് സോൾഡറിന്റെ ജോയിന്റ് നല്ല സ്റ്റേബിൾ സ്ട്രക്ചർ ആണ്. അതിന്റെ ലാൻഡിങ്ങും നമ്മുടെ സോൾഡറബിലിറ്റിയെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്. ഗൾവിംഗ് പിന്ന് ഒരു എക്സ്പെർട്ടൈസും അല്ലാത്ത ഒരാളിന് പോലും ചെയ്യാൻ പറ്റും. ഗൾവിംഗ് പെന്ന് നിങ്ങൾക്ക് ഒരു സ്റ്റുഡന്റ് കൊടുത്താൽ സിമ്പിൾ ആയിട്ട് ചെയ്തു തരും. ഇച്ചിരി സോൾഡർ ഉണ്ടെങ്കിൽ മതി, പെട്ടെന്ന് തന്നെ എന്താവും, ബോണ്ടിങ്, സ്ട്രോങ് ബോണ്ട് ഉണ്ടാവും. ഇനി ഐ പിന്നാണെങ്കിൽ നമ്മുടെ ഗൺ ഉപയോഗിച്ച് രണ്ട് സൈഡും നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ സോൾഡറിങ് ജോയിന്റ് ഷേപ്പ് ചെയ്താൽ മാത്രമേ അത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ വീക്ക് ആണെങ്കിൽ അവിടെ നിന്ന് ഇളകി പോകും. വൈബ്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ പിടിക്കുമ്പോഴൊക്കെ ഇരിക്കുമായിരിക്കും, കൊണ്ടിട്ട് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ, നമ്മുടെ ആക്കുളത്ത് കൊണ്ടിട്ട് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ, തിരുവനന്തപുരത്ത് ERTL കൊണ്ടിട്ട് വൈബ്രേഷൻ ടെസ്റ്റിന് കയറുമ്പോൾ ഇതൊക്കെ ഇളകി വരും.
അതുപോലെ തന്നെ ജെ പിൻ ടൈപ്പ് ഉണ്ട്. ഇതൊക്കെയാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഹാൻഡ്ലിംഗ്. ഇതൊക്കെ ചെയ്തു വരുന്നത് പറഞ്ഞാൽ നമുക്കിപ്പോ ഈ വെള്ളം നീന്താൻ പഠിപ്പിക്കും പോലെയാണ്. നമുക്ക് വെള്ളത്തിൽ ചാടിക്കോളൂ, കൈയിട്ട് ആദ്യം കാലടിച്ചോളൂ, ആദ്യം കാലത്ത് കാല് മുക്കിക്കോളൂ, തല മുക്കിക്കോളൂ എന്നൊക്കെ പറയാം. പക്ഷെ ഇതൊക്കെ ചെയ്ത് മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ഒരു നല്ല ട്യൂസർ ഉപയോഗിച്ച് പിടിക്കുക. നിങ്ങളുടെ മിനിമം ടെമ്പറേച്ചറിൽ ഇത് നമ്മുടെ സോൾഡറിംഗ് സ്റ്റേഷനിൽ സെറ്റ് ചെയ്യുക. അതിന് നമ്മൾ സഹായിക്കുന്ന സോൾഡറിംഗ് സ്റ്റേഷനാണ് ഇവിടെ ഉള്ളത്. ആ സോൾഡറിംഗ് സ്റ്റേഷനാണ് നമ്മൾ ഈ കാണുന്നത്. പിന്നെ അത് 2 സെറ്റപ്പുകളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോൾഡറിംഗ് അയൺ ഹാൻഡിലും ഒരു ഹോട്ട് എയർ ഹാൻഡിലും. ഹോട്ട് എയർ ഹാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സോൾഡറിംഗ് പേസ്റ്റിനെ ഒന്ന് ഉരുക്കാനും അതുപോലെ തന്നെ എപ്പോഴെങ്കിലും ഡീസോൾഡർ എടുക്കണമെങ്കിൽ നമുക്ക് ചെറിയൊരു ടെമ്പറേച്ചർ സൈഡിൽ കൊടുത്ത് റാൻഡം ആയിട്ട് അപ്ലൈ ചെയ്ത് നമുക്ക് ICയെ സേഫ് ആയിട്ട് റിമൂവ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്ന സാധനമാണ്. രണ്ട് സ്റ്റാൻഡേർഡിലാണ് ഉള്ളത്. വെല്ലർ 65,000 രൂപ, JBC ഒരു 35 അടുപ്പിച്ച് വരും. ഇതൊക്കെയാണ് ഇപ്പൊ വാങ്ങിച്ചു വെച്ചാൽ ഒരു ലോങ് ലാസ്റ്റ് ചെയ്യുന്ന, തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ ഉഴക്കണ സാധനം, കുറെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം വെല്ലറും JBC ആണ്. ബാക്കിയുള്ള ബ്രാൻഡുകളൊക്കെ എന്താണ് ഒരു നമ്മൾ ഉപയോഗിക്കും പോലെയൊക്കെ ഇരിക്കും. ഓക്കെ, ആൾക്കാരെ കാണിക്കാനാണെങ്കിൽ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഷോക്കേസിൽ വെച്ചിരിക്കാം. അല്ല ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊക്കെ പോയി പോകും. സോ ഫ്രണ്ട്സ്, ഈ വെല്ലർ JBC ഒക്കെയാണ് ഇതിന്റെ സ്റ്റാൻഡേർഡുകൾ. ഓക്കെ, ഇത് നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാം, നമുക്ക് വേണ്ട ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ ഹോട്ട് എയർ ഹാൻഡിലിന്റെ എയർ ഫ്ലോ റേറ്റ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ള നോബുണ്ട്. ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം, പ്രീസെറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള ഒരുപാട് നല്ല ഫെസിലിറ്റി ഉള്ള ഒരു കൺട്രോൾ സിസ്റ്റവും കൂടെ ഒരു ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റവും കൂടി ഉള്ള ഒരു സിസ്റ്റമാണ് ഈ സോൾഡറിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പിന്നുകൾ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. എവിടെയെങ്കിലും ഇന്റർവ്യൂവിന് പോകുമ്പോൾ ചോദിക്കുക ICയിൽ കാണുന്ന പ്രധാനപ്പെട്ട പിൻ കോൺഫിഗറേഷൻസ് ഏതൊക്കെ. അത് നമ്മളെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം. കാര്യം അവർ നാളെ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഇതൊക്കെ ആയിരിക്കും അവർ ചോദിക്കുന്നത്. ഗൾ വിങ് പിന്ന്, I പിന്ന്, J പിന്ന്, പിൻലെസ്. സോ ഫ്രണ്ട്സ്, ഈ സോൾഡറിംഗ് ഫ്ലക്സ് ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ഭയങ്കര നിർബന്ധമില്ല. നമ്മൾ എന്ത് ചെയ്യും, ഇത്തിരി ആൽക്കഹോൾ ഇട്ട് ക്ലീൻ ചെയ്ത് കമ്പൗണ്ട്സ് ജസ്റ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് സോൾഡറിംഗ് പേസ്റ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, സ്മൂത്ത് ആയിട്ട് സോൾഡർ എടുക്കാം. ഫ്ലക്സിന്റെ ആവശ്യം ഇല്ല. പക്ഷെ ഈ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ചില സ്റ്റാൻഡേർഡിൽ പറയുന്നുണ്ട് ഇന്ന ഫ്ലക്സേ ഉപയോഗിക്കാൻ പാടുള്ളൂ, ലീഡിന് കൊറോഷൻ വരാൻ പാടില്ല, അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലീഡ് ആയിരിക്കണം, കറണ്ട് സെൻസിറ്റിവിറ്റി ഇത്രയും വേണം. ഇങ്ങനെ നമ്മളിങ്ങനെ ലാസ്റ്റ് ലെവലിലുള്ള QA/QC അതിന് പല ലെവലുകളുണ്ട്. ലോക്കൽ ആയിട്ടുള്ള ക്ലാസ് 1 ഉണ്ട്, ക്ലാസ് 2 ഉണ്ട്, ക്ലാസ് 3 ഉണ്ട്. ഈ ക്ലാസ് കൂടുന്നതിനനുസരിച്ച് ഇതിന്റെ സ്ട്രിക്ട് ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കും. ഐ റിപ്പീറ്റ്, ക്ലാസ് കൂടുന്നതിനനുസരിച്ച് സ്ട്രിക്ട് ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കും. ക്ലാസ് 1 പഠിക്കുമ്പോൾ അവർ ഇന്ന ഫ്ലക്സ് തന്നെ വേണം, ഓർഗാനിക്, ഇൻഓർഗാനിക്, കൊറോസീവ്, നോൺ കൊറോസീവ്, അതിന്റെ ഒരു ചാർട്ട് ഇട്ടിട്ടുണ്ട്. ഈ സ്ലൈഡ് നിങ്ങൾക്ക് തരാം. ഇതിന്റെ ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് കിട്ടും. എല്ലാ റോസിൻ ടൈപ്പ്, വാട്ടർ സോല്യൂബിൾ ടൈപ്പ്, നോൺ ക്ലീൻ ഫ്ലക്സ്, സിന്തറ്റിക്, ഹലൈഡ് ടൈപ്പ്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ടൈപ്പുകളൊക്കെ. സോ ഇതിൽ നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും റെസിഡ്യൂ കുറഞ്ഞ, സോൾഡറിംഗ് ബോള് മിനിമൈസ് ആവുന്ന, സെൻസിറ്റിവിറ്റി കോൺസ്റ്റന്റ് ആയിട്ടുള്ള, ഓക്സിഡേഷൻ ഫാസ്റ്റ് ആയിട്ട് ഓക്സിഡേഷൻ പ്രിവെന്റ് ചെയ്യുന്ന, അതുപോലെ തന്നെ കമ്പോണന്റിന്റെ സോൾഡറബിലിറ്റി എൻഹാൻസ് ചെയ്യുന്ന ടൈപ്പ്, ഹാൻഡ് സോൾഡർ ചെയ്താലും വേവ് സോൾഡർ ചെയ്താലും മെഷീൻ സോൾഡർ ചെയ്താലും കോമ്പാക്റ്റബിൾ ആകുന്ന ഫ്ലക്സുകളാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ISR ഒക്കെ ആണെങ്കിൽ പ്രത്യേക സ്റ്റാൻഡേർഡ് ഉണ്ട്. ഫ്ലക്സ് തന്നെ ഒരു 15 മിനിറ്റ് പറയാനുണ്ട്. ഓക്കെ, ISR ക്ക് പ്രത്യേക സ്റ്റാൻഡേർഡ് ഉണ്ട്. അവരുടെ ഫ്ലക്സിന്റെ കാര്യങ്ങളൊക്കെ അത് വിലയും കൂടുതലാണ്. സോ ഫ്രണ്ട്സ്, നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചു നേരം സന്തോഷിക്കാം. ഒരു വീഡിയോ കാണാം. നമുക്ക് നോക്കിക്കോ. C9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9ാമത്തെ കപ്പാസിറ്റർ. ഓക്കെ, ആ 9ാമത്തെ കപ്പാസിറ്ററിലെ സ്മാർട്ട് ട്യൂസർ, സാധാ ട്യൂസർ വെച്ച് അവരെന്ത് ഇത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ സോൾഡറിംഗ് ലീഡ് എടുത്തിട്ടുണ്ട്, രണ്ടിനും സോൾഡർ ചെയ്തു. ഓക്കെ, ഇത്രയും സിമ്പിൾ ആണ്. ഇത്തിരി ശ്രദ്ധയുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ഹാൻഡിൽ എളുപ്പമായിരിക്കും. ചില ആൾക്കാർക്കാണെങ്കിൽ ഈ ചെറിയ ലീഡുകളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്, കൈ വിറയല് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇച്ചിരി പാടായിരിക്കും. ഈ സാധനം കയ്യിൽ നിൽക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, പ്ലേസ്മെന്റ് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ത്രൂ ഹോൾ ആണെങ്കിൽ ഇങ്ങനെ കുത്തി ശരിക്കും വെച്ചാൽ അവിടെ ഇരുന്നുള്ളൂ. പക്ഷെ ഇത് കയ്യിൽ നിൽക്കണം. 1-2 പ്രാവശ്യം ചെയ്ത് വരുമ്പോൾ മാത്രമായിരിക്കും ഇത് ചെയ്യുന്നത്. ശരിക്കും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ സോൾഡറിംഗ് ബിറ്റും നിങ്ങളുടെ ട്യൂസർ മാത്രമേ അങ്ങ് പോകാൻ പാടുള്ളൂ. നിങ്ങളുടെ മുഖവും കണ്ണും മൂക്കും ഒന്നും ഇതിനിടയിൽ പോകാൻ പാടില്ല. ഇവിടെ നിന്ന് വരുന്ന ഗ്യാസുകളൊക്കെ പെട്ടെന്ന് മൂക്ക് വഴി പോകും. അതുകൊണ്ട് എപ്പോഴും എന്തുണ്ടാവണം, അവിടെ ഒരു വെന്റിലേഷന് ഒരു ലോങ് ആയിട്ടുള്ള ഒരു കേസ് ഇട്ടിട്ടുണ്ടാവും. അതുവഴി ഈ ഗ്യാസ് എല്ലാം അത് വെന്റിലേറ്റ് ചെയ്ത് പൊയ്ക്കോളും. ഓക്കെ, സോ ഇതാണ് നമ്മൾ കണ്ട സംഭവം. ഒന്നുകൂടെ കാണിക്കാം.
സോ അടുത്ത് IC എങ്ങനെയാണ് സോൾഡർ ചെയ്യേണ്ടത് കണ്ടോളൂ. ICയുടെ പ്രൊസീജിയർ എങ്ങനെയാണ്, ഇത്രയേ ഉള്ളൂ. ഇനി ഹോട്ട് ഫ്ലവർ വെച്ചിട്ട് ചൂടാക്കുന്നു, ലീഡുകളെല്ലാം സെറ്റായി. ഇതൊരു IC റിമൂവ് ചെയ്യുന്നതാണ്. നമ്മുടെ സാധാ ഡ്യുവൽ ഇൻലൈൻ പാക്കേജ് ഒരു ഒപ്പാമ്പ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്. രണ്ട് സൈഡും ചൂടാക്കി ഇളക്കാം. പക്ഷെ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ നേരത്തെ കണ്ട ലീഡ്സ് കൂടി തന്നെ ഇളക്കാൻ പറ്റില്ല, കേടായിപ്പോ. സോ ഇതൊക്കെ തിക്കാണ്, ഇത് ഭയങ്കര തിന്നാണ്, ഒരുപാട് ടെമ്പറേച്ചർ ഹാൻഡിൽ ചെയ്യേണ്ട കപ്പാസിറ്റി ഇതിനില്ല. ഓക്കെ, ഇത്തിരി സോൾഡർ വയ്ക്കുക, ഹീറ്റ് ചെയ്യുക, രണ്ട് സൈഡ് ഒരുപോലെ ഹൈറ്റ് ചെയ്യുക. ഓക്കെ, രണ്ട് സൈഡ് ഒരുപോലെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം. ചില ആൾക്കാരെ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രണ്ട് സോൾഡറിങ് ബിറ്റ് എടുത്ത് രണ്ട് ലീഡ് അപ്പുറത്തും ഇപ്പുറത്തും ഒരേ സമയം ചൂട് കൊടുത്ത് ഇളക്കിയെടുക്കുന്ന ആൾക്കാരുണ്ട്. ഇത് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ലീഡിന്റെ കുറെ കാലം കഴിയുമ്പോഴേക്കും ഇതിന്റെ ഹീറ്റിംഗ് എഫിഷ്യൻസിയും കുറയും. അപ്പൊ രണ്ട് സോൾഡറിംഗ് സ്റ്റേഷന്റെ ലീഡ് എടുക്കുന്നു, അപ്പുറവും ഇപ്പുറവും ചെയ്യുന്നു, അപ്പുറം ഒരേ സമയം ചെയ്യുന്നു. ഒരു IC ഇളക്കുന്ന പ്രോസസ് ആണ്, പേസ്റ്റ് അപ്ലൈ ചെയ്ത് ഇളക്കുന്ന പ്രോസസ്. സോ റീഫ്ലോയിലാണെങ്കിൽ ഈ സെൻസ് ഈ ICയുടെ പാർട്ട് നമ്പറും കാര്യങ്ങളും കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും, റിമൂവ് ചെയ്യേണ്ട ടെമ്പറേച്ചർ ഒക്കെ അതിൽ സെറ്റ് ആവും. അത് വെച്ച് ചെയ്യാം, ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാം. ഇല്ല മാനുവൽ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ICയുടെ സേഫ്റ്റി ഉറപ്പുവരുത്തണം. ICയുടെ ലീഡുകൾ ഷോർട്ട് ആവാത്ത രീതിയിൽ വേണം എടുക്കാൻ വേണ്ടി. അടുത്തടുത്തിരിക്കുന്ന ലീഡുകൾ തമ്മിൽ ഷോർട്ട് ആവാത്ത രീതിയിൽ വേണം എടുക്കാൻ വേണ്ടി. അതായത് അതിനകത്തുള്ള പ്ലാസ്റ്റിക് കോണ്ടാക്റ്റിൽ വേണം നിങ്ങൾ റിമൂവ് എടുക്കുമ്പോൾ ചെയ്യേണ്ടത്. ഇത് ഇപ്പൊ ചെയ്ത പ്രോസസ്സ് ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടുതൽ ചെയ്യുമ്പോഴേക്കും ഈ ബോർഡ് പെട്ടെന്ന് തന്നെ കേടാവും, ബോർഡിന്റെ പാഡൊക്കെ ഇളകിപ്പോവും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഡീസോൾഡറിങ്ങിന്റെ അവസ്ഥ ഒഴിവാക്കുക. ആ ബോർഡിന്റെ ലൈഫിന് വേണ്ടിയിട്ടാണ് ഇത് ഈ കാര്യങ്ങൾ പറയുന്നത്. സോ ഇതൊരു ട്രാൻസിസ്റ്റർ ഇളക്കി വെക്കുന്ന പ്രോസസ്സാണ്. ഇത് ആൾക്കോൾ ഒഴിച്ച് ക്ലീൻ ചെയ്തു, ഇത് സോൾഡറിങ് ചെയ്തതാണ്. അവസാനം ചെയ്ത ക്ലീനിങ് പ്രോസസ്, ആൾക്കോൾ അസറ്റോൺ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യും. തുടക്കത്തിൽ ഈ ഒരു സ്മൂത്ത്നെസ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല, ചെയ്ത് നമുക്ക് ആർക്കും ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് ഒരു ബോർഡ് എടുത്തിട്ട് നമ്മളൊരു 10-12 പ്രാവശ്യം ചെയ്ത് കമ്പോണൻസ് എല്ലാം വയ്ക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഐഡിയ കിട്ടും. ഓരോ ആൾക്കാർക്കും അവരുടേതായിട്ടുള്ള ഒരു ഹാൻഡ്ലിംഗ് ആംഗിൾ ഒക്കെ ഉണ്ടാവും, ആ രീതിയിലൊക്കെ നമുക്കത് സെറ്റായി വരും. ഹീറ്റ് ചെയ്തും സോൾവ് ചെയ്യാം പേസ്റ്റ് ഉണ്ടെങ്കിൽ. ഇതൊരു മോസ്ഫെറ്റ് ഇളക്കിയെടുക്കുന്ന പ്രോസസ് ആണ്. സോ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു എക്സ്പെർട്ടൈസ് ആയിട്ട് ഒരാളിന് മാത്രമായിരിക്കും അടുത്തുള്ള കമ്പോണൻസുകളിൽ ചൂടാവാതെ എടുക്കാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് നമ്മുടെ മെഷീൻസിലാണെങ്കിൽ അടുത്തിരിക്കുന്ന കമ്പോണൻസിനെ മാസ്ക് ചെയ്യേണ്ടതും ഉണ്ട്. അതായത് നമുക്ക് കോർഡിനേറ്റ് കൊടുക്കാൻ പറ്റും, ഏത് ഏരിയയിലാണ് നമ്മുടെ കമ്പോണന്റ് ഇരിക്കുന്നത്, ആ ഏരിയയിൽ പോയി കമ്പോണൻസിനെ ഇളക്കുകയും അടുത്തുള്ള റിമൈനിങ് ഏരിയ മാസ്ക് ചെയ്യാനും പറ്റും. ഇതെല്ലാം ഒരു ഓട്ടോമേഷൻ ഫ്രണ്ട്ലി പ്രോസസ് ആണ്.
ആ മോള് കണ്ട മെറ്റാലിക് പോർഷന്റെ ഹീറ്റ് സിങ്ക് ആണ്. SCR അതുപോലെ തന്നെ IGBT ഇവരുടെയൊക്കെ ഗേറ്റ് ടെർമിനലിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല. ഗേറ്റ് ടെർമിനലിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളെ ബോഡിയിലെ പൊട്ടൻഷ്യൽ കൊണ്ട് ട്യൂസർ പിടിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ബാക്കിയുള്ള ഓപ്പോസിറ്റ് ഇപ്പൊ IGBT കളക്ടറും എമിറ്റർ ടെർമിനലും നിങ്ങൾക്ക് എടുക്കാം. SCRലാണെങ്കിൽ നിങ്ങൾക്ക് ആനോഡും കാഥോഡിലും തൊടാം, ഗേറ്റിൽ തൊടാതിരിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ SMDയുടെ സോൾഡറിങ്ങുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമുക്കൊരു ബ്രേക്ക് പോവാമേ. എല്ലാവരും ഉഷാറല്ലേ? ഹലോ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആണ് നിങ്ങൾ കേട്ടതെന്ന് ഉറപ്പുണ്ട്. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം, അല്ലെ ഡയറക്റ്റ് ചോദിക്കാം. അതുപോലെ തന്നെ എല്ലാവരും മൂഡിൽ നിങ്ങളുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. സിറ്ററിലെ സതീഷ് സാറ് മൂഡിൽ വഴി അത് പോസ്റ്റ് ചെയ്യും. നിങ്ങളെല്ലാവരും ആ പറഞ്ഞ സമയത്തിനുള്ളിൽ അത് ആൻസർ ചെയ്തിടുക. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. മൂഡിൽ വഴി കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് പറഞ്ഞത്. അറ്റൻഡൻസ് മസ്റ്റാണ്. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് മൂഡിൽ വഴി ഒരു ഫീഡ്ബാക്ക് ഇടും, അത് മസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒരു ക്വിസ് ഇടും, അതും മസ്റ്റാണ്. ആ ടൈം ലിമിറ്റിനുള്ളിൽ നിങ്ങളത് ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു. Dear participants, it is a time for a short break. We will be back at 2:45 p.m. എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരമുണ്ട്. നമ്മള് രാവിലെ ഒരു അനലോഗ് സർക്യൂട്ട് PCB ഡിസൈനിലേക്ക് മാറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവതരിപ്പിക്കേണ്ടതിന്റെ പ്രൊസീജിയർ ഒരു ലാബ് റെക്കോർഡിലെ പ്രൊസീജിയർ പോലെ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ സെൻസറുകളുടെ
പി സി ബി ബോർഡായിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള ഇന്റർഫേസിങ്ങിന്റെ സ്റ്റാൻഡേർഡുകളെ കുറിച്ച് പറഞ്ഞു. പവർ സപ്ലൈയുടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ SMD കമ്പോണൻസും പരിചയപ്പെട്ടു. അപ്പൊ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ പറഞ്ഞാൽ ഇതെല്ലാം ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജിങ് ഷീറ്റിലാണ്. അതായത് നമ്മുടെ വർക്ക് ബെഞ്ച് എപ്പോഴും സ്റ്റോർഡ് ചാർജുകളൊന്നും അതിനകത്തുണ്ടാവാൻ പാടില്ല. ഇലക്ട്രോണിക് കമ്പോണൻസുകൾ എപ്പോഴും പ്ലേസ് ചെയ്യുന്നത് ഒരു ഗ്രീൻ ടൈപ്പ് ഷീറ്റിലാണ്. LFH സ്റ്റാൻഡേർഡ്, ശ്രദ്ധിക്കണം കൂട്ടുകാരെ, LFH സ്റ്റാൻഡേർഡ്, അതായത് ലോ ഫ്ലൂം ഹസാർഡസ്. നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഇലക്ട്രോണിക് കമ്പോണൻസുകളൊക്കെ ഏതെങ്കിലും തരത്തിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുകയോ ഇലക്ട്രിക്കൽ ഹസാർഡ് എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം കൂട്ടി, ഉരുകി തീരണം. അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയോ അല്ലാതെ എക്സ്പ്ലോഡിങ് നേച്ചറുണ്ട്, സൗണ്ട് ഉണ്ടാക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. സോ അതുകൊണ്ട് ഈ LFH സ്റ്റാൻഡേർഡ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്, ലോ ഫ്ലൂം ഹസാർഡസ്. ഇനി ഫ്ലൂം ചെയ്താലും അല്ലെന്ത് വരാൻ പാടില്ല, സ്മോക്ക് വരാൻ പാടില്ല, പുക വരാൻ പാടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ഈ ലാബിൽ കണ്ടിട്ടുള്ളതാണ്. പല സമയങ്ങളിലായിട്ട് എവിടെയെങ്കിലും ചെറിയ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ത്രൂ ഹോൾ കമ്പൗണ്ട്സ് ഒക്കെ ആണെങ്കിൽ നിന്ന് ഉരുകുന്നതും പൊട്ടുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കപ്പാസിറ്റർ ഒക്കെ പൊട്ടുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് SMD കമ്പോണന്റ് പൊട്ടിത്തെറിച്ചു, തീപിടുത്തം ഉണ്ടായി, ഈ ഒരു കാര്യം കാണാൻ പറ്റില്ല. കാരണം അതെല്ലാം LFH സ്റ്റാൻഡേർഡിലുള്ള കാര്യമാണ്. നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, ലോ ഫ്ലൂം ഹസാർഡസ്, LFH സ്റ്റാൻഡേർഡ്. പിന്നെ അതുപോലെ തന്നെ ROHS സ്റ്റാൻഡേർഡ്, റെസ്ട്രിക്ഷൻ ഓഫ് ഹസാർഡസ് സബ്സ്റ്റൻസ്. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, നമ്മളത് കൊണ്ടെന്ന് വെളിയിൽ പറയൂല. SMD കമ്പോണൻസിനകത്ത് ROHS ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഹസാർഡസ് സബ്സ്റ്റൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യില്ല, നമ്മൾ അധികം അത് അങ്ങോട്ട് എക്സ്പോസ് ചെയ്യില്ല. ഒരു മിനിമൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിലുള്ള കുറച്ച് കമ്പോണൻസുകൾ സ്ഥിരമായിട്ട് എല്ലാത്തിലുള്ളത് മാത്രമായിരിക്കും വെക്കുന്നത്. അതുകൊണ്ട് ഈ SMD കമ്പോണൻസ് കുറച്ചുകൂടെയൊക്കെ എൻവയറമെന്റലി ഫ്രണ്ട്ലി ആണെന്നും അതോടൊപ്പം തന്നെ സേഫ്റ്റി ലെവൽ കുറച്ച് കൂടുതലാണെന്നുള്ള ഒരു ധാരണ നമ്മളെല്ലാവരും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിൽ നമ്മൾ എപ്പോഴും എന്ത് ഉണ്ടാവും, ESD ആയിട്ട് കണക്ട് ചെയ്തുള്ള വാച്ചുകൾ, സ്റ്റാറ്റിക് റെസ്റ്റിൽ നമ്മളിപ്പോൾ ഒരു വാച്ച് കെട്ടും, അത് ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ് ബോർഡിൽ ഒരു ബട്ടണുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. നമ്മളെ ബോഡിയിലുള്ള ബയോ പൊട്ടൻഷ്യൽ കാരണമുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ഹെയർ ഒക്കെ ഭയങ്കര നോയ്സ് സെൻസിറ്റീവ് ആണ്, പിടിച്ച് വലിച്ചു കളയും നോയ്സിനെയൊക്കെ. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡ്രൈ ഹെയർ ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഒരു ലാബിൽ കയറി പോകുമ്പോൾ സ്ത്രീകളാണെങ്കിൽ ഇങ്ങനെ നനഞ്ഞ മുടിയുമായിട്ട് അങ്ങനെ പാടില്ല. അതിനൊരു ക്യാപ്പ് ധരിക്കണം. അങ്ങനെ കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ട്. പിന്നെ നമ്മൾ ധരിക്കുന്ന ഡ്രസ്സ് ബോഡിയോട് ഒട്ടിക്കിടക്കുന്ന ഒരു ഡ്രസ്സ് ആവാൻ പാടില്ല. എപ്പോഴും ഒരു ഫീൽ ഗുഡ് ആയിട്ട് നമ്മൾ ബോഡി ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ആയിരിക്കണം. കാരണം എന്തെങ്കിലും സാഹചര്യത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാക്കിയുള്ളവർക്ക് എന്ത് പറ്റിയാലും നമ്മുടെ കാര്യം ആദ്യം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ എല്ലാവരും ഓരോരോ കാര്യങ്ങൾ ശ്രദ്ധിച്ച് എല്ലാവർക്കും സേഫ് ആയിട്ട് ജീവിക്കാൻ പറ്റും. അപ്പൊ സേഫ്റ്റി ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞതിൽ വിട്ടുപോയ കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഒരു 5-6 വർഷം കഴിയുമ്പോൾ നമ്മുടെ ലാബുകളിലെല്ലാം SMD കമ്പോണൻസ് തന്നെയാവും വരുന്നത്. SMD കമ്പോണൻസ് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റോറേജ് ഇമ്പോർട്ടന്റ് ആണ്. ചെയ്ത ബോർഡുകൾ നമുക്കിങ്ങനെ നമ്മൾ ഇന്നത്തെ ലാബുകളിൽ കാണും പോലെ ഇങ്ങനെ നമുക്ക് എവിടെയെങ്കിലും ഇട്ടിട്ട് പോകാൻ പറ്റില്ല. ഡീഹ്യൂമിഡിഫയിങ് യൂണിറ്റുകളിലാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. നമ്മുടെ സെമി കണ്ടക്ടർ ഡിവൈസുകളെല്ലാം ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം, ഹ്യൂമിഡിറ്റിയുമായിട്ട് സെൻസിറ്റീവ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ടെമ്പറേച്ചർ കൺട്രോൾഡ് ആയിട്ടുള്ള ഡീഹ്യൂമിഡിഫയിങ് യൂണിറ്റുകളിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇന്റലിന്റെ IC ഫാബ്രിക്കേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഐസികൾ സ്റ്റോർ ചെയ്യുന്ന റാക്കുകളുണ്ട്, എല്ലാം ഹൈലി കൂൾഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു PCB കിട്ടുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ എഫേർട്ട് അതിനകത്തുണ്ട്. ഒരു സീതാ PCB അല്ല നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്, നമ്മുടെ ബോർഡുകളിലും ഡിവൈസുകളുള്ളത്. ഒരുപാട് ഹ്യൂമൻ പവറും മെഷീൻ പവറും അതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരു ഡിപ്ലോമക്കാരന്റെ എഫേർട്ടാണ് നമ്മൾ അതിനകത്തുള്ള കോസ്റ്റിംഗ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ കോസ്റ്റിംഗ് ഷീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ രാവിലെ ഒന്ന് ഓടിച്ചു പറഞ്ഞു. ഇനിയും കാര്യങ്ങൾ പറയാനുണ്ട്, നമുക്ക് ഇനി ഒരു സെക്ഷനിൽ അതൊക്കെ വിശദമായിട്ട് നമുക്ക് സംവദിക്കാം. ഇതിന്റെ PCBയുടെ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഡെപ്തിലുള്ള കാര്യങ്ങളാണ്. ഓരോ വർഷവും ഡിസൈൻ റൂളുകളിലും പുതിയ പുതിയ മോഡിഫിക്കേഷൻസും എഫക്റ്റീവ് ആയിട്ടുള്ള പൊടിക്കൈകളുമായിട്ട് ഓരോ മെത്തേഡ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മളിപ്പം സൈറ്റിലൊക്കെ പോകുമ്പോൾ
ഇപ്പോൾ ഫിൽറ്ററിന്റെ ഏതെങ്കിലുമൊക്കെ കപ്പാസിറ്ററിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യും, കയ്യിലുള്ള കപ്പാസിറ്റർ ഉപയോഗിച്ച് നമ്മൾ അതിനെ സീരീസോ പാരലോ ഒക്കെ ആക്കി അഡ്ജസ്റ്റ് ചെയ്തിടും. സോ ഇതൊക്കെ നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് SMD നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ത്രൂ ഹോളിലാണെങ്കിൽ ഒരു കമ്പൗണ്ട് കയറേണ്ട ഹോൾ മാത്രമേ കാണത്തുള്ളൂ. നമുക്കിവിടെ ഒരു കോണ്ടാക്ട് ഉണ്ട്, ആ കോണ്ടാക്ടോട് അറ്റാച്ച് ചെയ്ത് ലാഡർ ഷേപ്പിലോ അല്ലെങ്കിൽ ഒരു ഡബിൾ ഡക്കർ ഷേപ്പിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ SMD കമ്പൗണ്ട് ചേർത്ത് വെക്കാം. നേരത്തെ പറഞ്ഞതിന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. നമ്മളിപ്പോ ഒരു ഫിൽട്ടർ ഡിസൈൻ ചെയ്തു, നമ്മൾ അതിനകത്ത് ഹോൾ ത്രൂ കമ്പൗണ്ട്സ് വെച്ച് അതിന്റെ ഔട്ട്പുട്ട് നോക്കുമ്പോൾ കിട്ടുന്നതിനേക്കാളും വളരെ വേഗത്തിൽ നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ട്രബിൾ ഷൂട്ട് ചെയ്യാനൊക്കെ എളുപ്പം. പെട്ടെന്ന് കൊടുത്തതിന് എന്തെങ്കിലും ഔട്ട്പുട്ടുകൾ കാണിക്കുമോ, എന്തെങ്കിലും ഔട്ട്പുട്ട് കാണിക്കും. ഏതെങ്കിലും വർക്ക് ചെയ്യാത്ത കമ്പോണന്റ് എന്നൊരു കമ്പോണന്റ് നമുക്ക് എന്ത് കിട്ടത്തില്ല, ഈ SMD പാക്കേജിൽ വരത്തില്ല. അത്രയും ടെസ്റ്റഡ് ആയിട്ടുള്ള കമ്പോണൻസ് ആണ് വരുന്നത്. ഇത് റീലിൽ ചുറ്റിയിട്ടാണ് വരുന്നത്. ഒരു CD പ്ലെയറിൽ അല്ലെങ്കിൽ പഴയ കാസറ്റിൽ നമ്മളിങ്ങനെ അതിന്റെ ഫിലിം ചുറ്റി വയ്ക്കും പോലെ ഒരു റീൽ ചുറ്റിയാണ് വരുന്നത്. അത് റോബോട്ടിക്സ് വെച്ചിട്ട് അത്രയും പ്രിസിഷൻ മെഷീനിങ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിലെത്തുന്നത്. അപ്പൊ ഈ IC-കളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ടാവാൻ പാടില്ല, സ്റ്റോർഡ് ചാർജസും ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി IC-യുടെ എപ്പോഴും നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ട്യൂസർ ഉപയോഗിച്ച് തന്നെ ഹാൻഡിൽ ചെയ്യണം. പിന്നെ നമ്മൾ SMD കമ്പൗണ്ട്സ് ഡീൽ ചെയ്യുമ്പോൾ ആകെ ഉള്ളൊരു തലവേദന കപ്പാസിറ്ററിന്റെ ഐഡന്റിഫിക്കേഷൻ ആണ്. അത് പാക്കേജിൽ നിന്ന് പൊട്ടിച്ചിട്ട് ഒരുപാടെണ്ണം മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. പിന്നെ സ്മാർട്ട് യൂസർ ഒരു 1-2 വർഷമൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. കുറച്ച് കഴിയുമ്പോഴേക്കും ഈ സ്മാർട്ട് യൂസറിൽ ടോളറൻസ് റേഞ്ച് ഒക്കെ മാറും. 2 നാനോ ഫാരഡ് എന്നൊക്കെ ഉള്ളത് ചിലപ്പോൾ 1.5 എന്നൊക്കെ ചിലപ്പോൾ കാണിക്കത്തുള്ളൂ. അതൊക്കെ ഒരു ചാലഞ്ചിങ് കാര്യങ്ങളാണ്. ബാക്കിയുള്ള എല്ലാം വെച്ച് നോക്കുമ്പോൾ ത്രൂ ഹോളിനെക്കാളും SMD കമ്പോണൻസ് കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ആണ്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രാവശ്യം അത് ചെയ്ത് സോൾഡറിങ് പ്രാക്ടീസ് ചെയ്തെടുക്കുമ്പോഴേക്കും നമുക്ക് പിന്നെയും അതിനകത്തൊരു ഉത്സാഹം തോന്നുന്ന രീതിയിലാണ്. മറ്റതും അങ്ങനെയാണ്, പക്ഷെ കുറച്ച് കുറച്ചുകൂടെ എഫേർട്ട് കൂടുതലാണ്. പിന്നെ നമുക്ക് എന്താണ് SMD കമ്പോണൻസിന്റെ ഒബ്സലൻസ് ഓരോ പ്രാവശ്യവും 5 years കൂടുമ്പോൾ നമ്മൾ അതിന്റെ ഒബ്സലൻസിന്റെ ചാർട്ട് ഓരോ മാനുഫാക്ചറിങ് യൂണിറ്റുകളും നൽകും. ഇന്ന പ്രോഡക്റ്റുകൾ ഒബ്സലറ്റ് ആവാൻ പോവുകയാണ്, അവരതിന്റെ വിവരം നമുക്ക് നേരത്തെ നൽകും. കാരണം നമ്മളൊരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടായിരിക്കും കൂട്ടുകാരെ ഇതൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുന്നത്. അപ്പൊ അവർ പറയും നിങ്ങൾ ഇന്ന പ്രോഡക്റ്റുകൾ ഒബ്സലറ്റ് ആവാൻ പോവാണ്, പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ 2-3 വർഷം കൂടിയേ ഉള്ളൂ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ അറിയുമ്പോൾ നമുക്ക് ഡിസൈനറിന് മനസ്സിലാവും. അപ്പോൾ ഒരു ഡിപ്ലോമക്കാരൻ എപ്പോഴും മാർക്കറ്റും ഇൻഡസ്ട്രിയും എല്ലാമായിട്ടും ലിങ്ക്ഡ് ആണ്. അപ്പോൾ അവന്റെ പണി ചെറുതല്ല. ഓക്കെ, ഇപ്പം നമുക്ക് ഡിസൈൻ എവിടെ നിന്ന് വേണോ കിട്ടും. ഡിസൈൻ നൽകാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇപ്പൊ നേവിയുടെ ഡിസൈൻ ഒക്കെ നൽകുന്നത് NPOL ആണ്, നാഷണൽ ഫിസിക്കൽ ഓഷനോഗ്രാഫിക് ലാബ് ആണ്. ഇനി നേവിയുടെ ഡിസൈൻസിന്റെ ഒക്കെ പ്രൊഡക്ഷൻ ചെയ്യുന്ന സ്ഥലം ബെല്ല് പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. പല ചാനലിലുള്ള പവർ ആംപ്ലിഫയർ അവർ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. കെൽട്രോണിലാണെങ്കിൽ നമ്മുടെ അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, പിന്നെ അതുപോലെ സബ്മറൈൻ ഡിറ്റക്ഷൻ സിസ്റ്റംസ്, ഇങ്ങനെ അതിന്റെയൊക്കെ പല ജനറേഷൻസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും DRDOയുടെ യൂണിറ്റുകളായിട്ടുള്ള UWT അണ്ടർ വാട്ടർ ടെലിഫോൺ, പിന്നെ അതുപോലെ തന്നെ കൂട്ടുകാരെ 3G UACS, 3rd ജനറേഷനിലുള്ള അണ്ടർ വാട്ടർ വയർലെസ് അക്വസ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, പിന്നെ അതുപോലെ ട്രൈറ്റൺ, ഇങ്ങനെ തുടങ്ങിയ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഉണ്ട്. ഇതൊക്കെ ഷിപ്പ് ടു ഷിപ്പ് കമ്മ്യൂണിക്കേഷനും ഷിപ്പ് ടു സബ്മറൈൻ, സബ്മറൈൻ ടു സബ്മറൈൻ, അതുപോലെ സബ്മറൈൻ ടു ഡൈവർ തുടങ്ങിയ കമ്മ്യൂണിക്കേഷൻ ചാനലുകളെല്ലാം വർക്ക് ചെയ്യുന്ന ബോർഡുകളാണ്, ഡിവൈസുകളാണ്. ഇതിനകത്തെല്ലാം ഉള്ളത് PCB ബോർഡുകൾ തന്നെയാണ്. അപ്പൊ PCB ഇല്ലാത്തൊരു കാലം ഒരിക്കലും വരില്ല. എല്ലാ കാലവും PCB ഉണ്ടാവും, എല്ലാ കാലവും ഡിസൈൻ റൂൾസ് മാറും, എല്ലാ കാലവും പുതിയ പുതിയ ചിന്തകളും നവോത്ഥാനങ്ങളും സംഭവിക്കും പോലെ നമ്മുടെ ഈ ഇലക്ട്രോണിക്സിൽ എപ്പോഴും മാറ്റങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ കറണ്ട് ഇൻഡസ്ട്രിയൽ ട്രെൻഡുകൾ മനസ്സിലാക്കുക. കേഡൻസോ, ഓൾട്ടിമോ, ഓർക്കാഡോ തുടങ്ങിയ ജയന്റുകളായിട്ടുള്ള PCB ഡിസൈനേഴ്സിന്റെ സൈറ്റുകളിൽ അക്കൗണ്ടുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അവർ പുതിയ കറണ്ട് അപ്ഡേഷനും കാര്യങ്ങളും മോഡിഫിക്കേഷനും ഫ്രീ ട്രെയിനിങ്ങുകളും ഒക്കെ നൽകും. സോ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ എല്ലാവർക്കും ചിലപ്പോൾ കിട്ടണമെന്നില്ല, എല്ലാവർക്കും പഠിക്കുന്ന കാലത്ത് കിട്ടണമെന്നില്ല. പക്ഷേ ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ ഒരു റിയലൈസേഷൻ, ഒരു സെൻസേഷൻ നമുക്ക് ഫീൽ ചെയ്യും. സോ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ കുറിച്ച്, പുതിയ ടെക്നോളജികളെ കുറിച്ചും പുതിയ പ്രോഡക്റ്റുകളെ കുറിച്ചും പ്രോഡക്റ്റ് കമ്പോണൻസിന്റെ ലൈഫ് സൈക്കിളെ കുറിച്ച് എപ്പോഴും ഒരു ഡിപ്ലോമക്കാരൻ അവൻ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. അവൻ എപ്പോഴും നോക്കുന്നത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട്. അവന്റെ കയ്യിൽ എപ്പോഴും ഒരു കോസ്റ്റിംഗ് ഷീറ്റ് ഉണ്ടാവും. അതിനകത്ത് ഒരു പാക്കേജിന്റെ സൈസ്, ഏത് പാക്കേജ് ആണ്, SMD കോഡ് ഏതാണ്, ഇതിനകത്ത് ഇപ്പൊ എത്ര നോയ്സ് ഫിഗർ ഉണ്ട്, എത്ര നാനോ വോൾട്ട് പെർ റൂട്ട് ഹെഡ്സിലുള്ള നോയ്സ് ഫിഗർ ഉണ്ട്, എത്ര പവർ കൺസപ്ഷൻ ഉണ്ട്,
ഇത് എപ്പോൾ കുറയ്ക്കാൻ പറ്റും, ഇത് കുറച്ചുള്ള സുപ്പീരിയർ ക്വാളിറ്റി ഏതാണുള്ളത്, അതിന്റെ പാഡ് സൈസ് ഏതാണ്, എവിടെ ഫുട് പ്രിന്റ് കിട്ടും, ഈ കാര്യങ്ങളെ കുറിച്ച് എപ്പോഴും അവൻ അവബോധനായിരിക്കും. ഇപ്പൊ നമ്മൾ ഇന്ന് കേട്ട് ഇവിടെ കളഞ്ഞ്, ഈ ക്ലാസ് ഇന്ന് കേട്ട് ഇവിടെ കളഞ്ഞ്, അത് എന്താണ് നമ്മൾ ഈ ഒരു ഐസ് കഷ്ണം എടുത്ത് വെളിയിൽ വെച്ച പോലെ ആയിപ്പോവും. അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ആയിരിക്കും. നാരങ്ങ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഉപകാരപ്പെടും, വെറുതെ വെച്ച് കഴിഞ്ഞാൽ അത് ഉരുകി തീർന്നു പോകും. അതുപോലെ ഈ ക്ലാസ് നമ്മളിവിടെ കേട്ട് ഇവിടെ കഴിഞ്ഞ് ആർക്കും ഒരു ഉപയോഗമില്ല. മറിച്ച് ഇന്നു മുതൽ നമ്മൾ ഒരു ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്തിരിക്കുന്ന ആളാണെന്ന് നമുക്കൊരു ബോധം ഉണ്ടാവണം, അല്ലെ? നമ്മളൊക്കെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്തിരിക്കുന്ന ആൾക്കാരാണ്. നമ്മളെ കീഴിൽ കുറച്ച് സ്റ്റുഡൻസ് വരുന്നുണ്ട്. നമുക്ക് എന്തൊക്കെ നോളജുകളാണുള്ളത് അത് തന്നെയായിരിക്കും അതിന്റെയൊക്കെ ഒരു 60-70% ആയിരിക്കും അവർക്കും കിട്ടുന്നത്. നമ്മൾ പുതിയ വിജ്ഞാനങ്ങൾ ആർജിച്ചെടുക്കുകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ആൾക്കാരാണ്. പകർന്നു കൊടുക്കുന്ന ആൾ ഒരിക്കലും തീരാൻ പാടില്ല, അവന്റെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. സോ അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയാൻ പാടണമെന്ന് എനിക്കറിയില്ല, എന്നാലും എന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ. ഞാൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്താണ് പഠിച്ചത്. എന്റെ ബിടെക് CGPA 6.9 ആണ്. കാരണം എനിക്ക് അവിടെ ഒന്നും കിട്ടിയിട്ടില്ല. അവിടെ അധ്യാപകരൊന്നും പബ്ലിക്കിന് പറയാൻ പാടില്ലെന്ന് അറിയാം. ഞാൻ പഠിക്കുന്ന കാലത്ത് ഇത്ര മൊത്തം സ്ട്രൈക്കും വഴക്കും ഒക്കെ ആയിരുന്നു. ഞാൻ സ്വന്തമായിട്ടാണ് എഞ്ചിനീയറിംഗ് എല്ലാം പഠിച്ചെടുത്തത്. എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരുപാട് കഴിവുള്ള ഒരുപാട് ഫാക്കൽറ്റീസ് ഉണ്ട്, ഒരുപാട് അറിവുകളുണ്ട് അവർക്ക്. പക്ഷെ അവരോട്ടൊന്നും നമുക്ക് സംസാരിക്കാനൊന്നും അധികം പറ്റിയിട്ടില്ല. സുരേഷ് ബാബു സാറാണ് എന്റെ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുള്ള സാറ്. രാവിലെ സാറ് ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാറിന്റെ വായിൽ നിന്ന് വീഴുമെന്ന് ഞാൻ കാത്തിരിക്കും. പക്ഷേ സാറ് 9 മണിക്ക് ക്ലാസ് ആണെങ്കിൽ 8 മണിക്ക് ക്ലാസ് വയ്ക്കും. ആ ഒരു സബ്ജക്ട് മാത്രമാണ് പഠിച്ചത്. ഞാൻ SSD ആണ് എന്റെ ഫേവറേറ്റ് സബ്ജക്ട്. 100-ൽ 98 മാർക്ക് വാങ്ങിച്ചാണ് ഞാൻ SSD ക്ലിയർ ചെയ്തത്. കാരണം അത് മാത്രമാണ് എന്നെ പഠിപ്പിച്ചത്. അവിടെ പഠിച്ചെന്ന് പറയാം, സീറ്റിൽ നിന്ന് പഠിച്ചെന്ന് പറയാൻ അത് മാത്രമാണ് കിട്ടിയത്. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. പിന്നെ ഞാൻ എന്തെങ്കിലും പഠിച്ചത് പിന്നെ MTech ചെയ്തപ്പോഴും അതുപോലെ തന്നെ റിസർച്ച് വർക്കിനൊക്കെ പോയപ്പോഴാണ്. സോ നമ്മുടെ കോളേജിൽ കിട്ടാത്ത കാര്യങ്ങൾ, നമ്മുടെ കോളേജിൽ കിട്ടാത്ത കാര്യങ്ങൾ പിന്നെ എവിടെ പോയാലും അത് ശരിയായി വരൽ പിന്നെ പാടാണ്. ഒരു അമ്മയുടെ വയറ്റിനകത്ത് വെച്ചൊരു കുഞ്ഞിന്റെ കണ്ണ് ശരിയായില്ലെങ്കിൽ ഇവിടെ കാലാകാലം അവൻ അന്ധനായിട്ട് ജീവിക്കും, അല്ലേ? ശരിയല്ലേ? അതുപോലെ നമ്മുടെ കോളേജുകളിൽ വിദ്യാർത്ഥികൾക്ക് ശരിയാവേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശരിയാക്കിയില്ലെങ്കിൽ ആര് ശരിയാക്കാൻ പോണില്ല, അല്ലേ? ഇങ്ങനെയൊക്കെ പറയണമെന്ന് അറിഞ്ഞൂടാ. എന്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങളാണ് ഞാൻ പറയണത്. ഓക്കെ, എനിക്ക് കിട്ടാതെ പോയ കാര്യങ്ങൾ എന്താണ് നമ്മളെ കുട്ടികൾക്കെല്ലാം കിട്ടണം. സോ നമ്മളെല്ലാവരും സടകുടഞ്ഞിരിക്കും. നമ്മുടെ വീട്ടിലും മക്കളുണ്ട്, ഇവർ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കുന്നുണ്ട്, അല്ലേ? നമ്മൾ ചെയ്യും പോലെ അവരും അവിടെ ചെയ്തു കഴിഞ്ഞാൽ അവരും ആർക്കും വേണ്ടാത്തൊരു നാഷണൽ വേസ്റ്റ് ആയിട്ട് മാറിപ്പോകും. ഇതിനെല്ലാം മാറ്റം ഉണ്ടാവേണ്ടത് കലാലയങ്ങളിലാണ്. അധ്യാപകർ മാറുമ്പോൾ കൂടെ കുട്ടികൾക്ക് ഉത്സാഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളിൽ നിന്ന് ഒരു വലിയ മാറ്റം ഉണ്ടാവണം. നമ്മൾ പുതിയ വിജ്ഞാനങ്ങൾ ആർജിച്ചെടുക്കാനും പഠിക്കാനും ഒക്കെ ഉള്ള ഒരു ഉഷാർ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഈശ്വരൻ എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് ഓൺലൈനായിട്ട് എടുക്കുന്നത്. സനൽ സാറാണ് എനിക്ക് ഇതിനുള്ള ഒരു അവസരം തന്നത്. പിന്നെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തന്ന പത്മകുമാർ സാറ്, അതുപോലെ തന്നെ റജി സരോജൻ മാഡം, അതുപോലെ തന്നെ നമ്മുടെ നെയ്യാറ്റിൻകര പോളിടെക്നിക്കിലെ പ്രിൻസിപ്പൾ, ഇവർക്കൊക്കെയുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്റെ ഫോൺ നമ്പർ 8280045857 ആണ്. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് ചെയ്യാം. ഞങ്ങളുടെ സ്ക്രീനിൽ എഴുതിയിടാം. 8280045857. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ഞാൻ എൻ്റെ കിട്ടുന്ന ഡേറ്റാസും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യാം. അപ്പൊ നമുക്ക് ഒരുമിച്ച് പഠിക്കുകയും വളരുകയും അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവർക്ക് തണലാവാനും പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു. Thank you, Unni sir. Thank you very much. Dear participants, you can ask your doubts and share your experience about this session. Dear participants, our next day session will start at 9:30 a.m. tomorrow. Forenoon session require computer. All are requested to do your project. Kindly submit the feedback. Thank you all. See you tomorrow. Have a great day.